സോ എസ് സിയോടെ ഒരു ബേസിക് ഐഡിയോളജി മെത്തഡോളജി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഒന്നും കൂടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. എസ് സിയോടെ വർക്കിംഗ് എങ്ങനെയായിരുന്നു? അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ അല്ല, ഒരാൾ ഒരു സാധനത്തിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? ആ സെർച്ച് ചെയ്ത ആളിലേക്ക് കുറെ റിസൾട്ടുകൾ എന്ത് ചെയ്യും? അയാളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യിക്കും. ആ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന പേജാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. സോ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് അല്ലെങ്കിൽ SERP എന്ന് പറയുന്ന ആ ഒരു പേജിൽ ഏത് വെബ്സൈറ്റ് ആണോ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആ വെബ്സൈറ്റ് ആണ് ആ സെർച്ച് ക്വറിയുമായി ഏറ്റവും സാമ്യതയിൽ നിൽക്കുന്നത്, സാമ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്താ ഒരാൾ ഒരു കാര്യം ഒരു സെർച്ച് ക്വറി സെർച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു കീവേഡ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അയാൾക്ക് ഒരു ഒരു വെബ്സൈറ്റിനെ ടോപ്പ് പൊസിഷനിൽ കാണാനായിട്ട് സാധിച്ചത്. ഇനി എങ്ങനെയാണ് ഇത് ടോപ്പ് പൊസിഷനിൽ വരുന്നത്? നമ്മൾ ഇന്നലെ പഠിച്ചു ബോട്ട് അല്ലെ. ഗൂഗിൾ യൂസേഴ്സ് അൽഗോരിതം, അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബോട്ടാണ് അല്ലെ. ബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബോട്ട്സ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രോളർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഗൂഗിളിന് ഒരു അൽഗോരിതം ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ക്രോളർ. എന്താണ് ഈ ക്രോളർ അൽഗോരിതത്തിന്റെ പ്രത്യേകത? 24/7 ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റും കയറി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ ക്രോളർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് സെർച്ച് ചെയ്യുന്നത്? കീവേഡ്സിനെയാണ് ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 24/7 ക്രോളിംഗ് ആണ് വിത്തൗട്ട് ട്രസ്റ്റ്. ഈ അൽഗോരിതം ഇങ്ങനെ ക്രോൾ ഇരിക്കുകയാണ്. എന്തിനാണ് ക്രോൾ ചെയ്യുന്നത്? കീവേഡ്സിനെയാണ് ക്രോൾ ചെയ്യുന്നത്. എന്തിനാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രോളിംഗ് ദീസ് വെബ്സൈറ്റ്സ്? ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് വെബ്സൈറ്റ്. എന്താണ് ഇതിന്റെ പർപ്പസ്? പർപ്പസ് ഈസ് വെരി സിമ്പിൾ. എന്താണ്? ഒരാൾ ഒരു സെർച്ച് ക്വറി അല്ലെങ്കിൽ ഒരു സെർച്ച് കീവേഡുമായിട്ട് ഗൂഗിളിനെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് തിരിച്ച് വിത്തിൻ മില്ലി സെക്കൻഡ്സ് തിരിച്ചിട്ട് കൊടുക്കണം. സോ അങ്ങനെ വിത്തിൻ മില്ലി സെക്കൻഡ്സ് ആ സെർച്ച് ക്വറിയുമായിട്ട് എക്സാക്ട്ലി മാച്ച് ആവുന്ന വെബ്സൈറ്റിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് 100% ഷുവർട്ടി ഉണ്ടാവണം. എന്തിനു വേണ്ടി? അവരുടെ ഗൂഗിളിന്റെ ഡാറ്റാബേസിലുള്ള വെബ്സൈറ്റിൽ ഈ വെബ്സൈറ്റിലാണ് ഇയാളുടെ സെർച്ച് ക്വറി ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഏറ്റവും കൂടുതൽ ആ സെർച്ച് ക്വറി മാച്ച്, ആ കീവേഡ് മാച്ച് ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് എന്ത് വേണം? ഗൂഗിൾ നീഡ്സ് ആൻ അൽഗോരിതം which is responsible to crawl each and every web pages and to find out which web page matches with this keyword. ആ കീവേഡുമായിട്ട് മാച്ച് ചെയ്യുന്ന വെബ്സൈറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് ക്രോളർ എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു SEOയുടെ ബേസിക് മെത്തഡോളജി അല്ലെങ്കിൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഇനി SEO എങ്ങനെയാ ചെയ്യുന്നത്? ഈ ക്രോളറിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മൾ. എന്ത്? എൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെയുള്ള കീവേഡ്സുകൾ ഉണ്ട്, these and these keywords are there in that website. ആ കാണുന്ന വെബ്സൈറ്റിൽ ഇന്ന കീവേഡുകൾ ഉണ്ട് എന്ന് നമ്മൾ ക്രോളറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഒരു ഫങ്ഷനാലിറ്റിനെ വിളിക്കുന്ന പേരാണ് SEO എന്ന് പറയുന്നത്. വെറുതെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ക്രോളറിനെ പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ വെബ്സൈറ്റിൽ ഇത്ര കീവേഡ്സ് ഉണ്ട്. സോ ഒരാൾ ഇങ്ങനെ കീവേഡ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വെബ് പേജിന് വേണം സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട്. സോ ഇത് ഫുള്ള് കീവേഡ്സിന്റെ കളിയാണ്, സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ. സോ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലെ. 2 PDF എങ്ങനെ നല്ല രീതിയിൽ SEO ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കുറെ. അത് വീണ്ടും പറയാനായിട്ട് നമുക്ക് ടൈം ഇല്ല, പോസിബിൾ അല്ല. സോ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ആ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുക, പഠിക്കുക, PDF മനഃപ്പാഠമാക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SEO ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SEO ആണ് മെയിൻ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് വൈറ്റ് ഹാറ്റ് SEO, സെക്കൻഡ് വൺ ഈസ് ബ്ലാക്ക് ഹാറ്റ് SEO, തേർഡ് വൺ ഈസ് ഗ്രേ ഹാറ്റ് SEO. വൈറ്റ് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ പോളിസീസുമായി പാരലൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന SEO, അതായത് സെർച്ച് എഞ്ചിൻ പോളിസീസിനെ വയലേറ്റ് ചെയ്യാതെ SEO ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എക്സാമ്പിൾ അടക്കം വൈറ്റ് ഹാറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് സെർച്ച് എഞ്ചിൻ പോളിസീസുമായിട്ട് പാരലൽ ആവുന്നത്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ പോളിസീസിനെ വയലേറ്റ് ചെയ്ത് SEO ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ഇംപ്ലിമെന്റ് എ ബ്ലാക്ക് ഹാറ്റ് SEO? അല്ലെങ്കിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ പോളിസീനെ വയലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക?
സെർച്ച് എഞ്ചിൻ വിൽ ബാൻ ദ വെബ്സൈറ്റ് അല്ലെ. ഇത് ബ്ലാക്ക് ഹാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴാണോ സെർച്ച് എഞ്ചിന് മനസ്സിലാവുന്നത്, ഇമ്മീഡിയറ്റ്ലി ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും, സെർച്ച് എഞ്ചിനിൽ നിന്നും ബ്ലാക്ക് ഹാറ്റ് എസ് ഇംപ്ലിമെന്റ് ചെയ്ത വെബ്സൈറ്റിനെ പെർമനന്റ്ലി ബാൻ ചെയ്ത് കളയും. സോ ആൾക്കാരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പീപ്പിൾ വിൽ മേക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് ബ്ലാക്ക് ഹാറ്റ് SEO. സോ എന്ത് സംഭവിക്കില്ല, ആ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിനെ ബാൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും നത്തിങ് വിൽ ഹാപ്പൻ ബിക്കോസ് ദാറ്റ്സ് എ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ്. സോ ബ്ലാക്ക് ഹാറ്റ് SEO മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നെവർ യൂസ് ഇറ്റ് ഇൻ അതർ ഒറിജിനൽ വെബ്സൈറ്റ്. വി ഹാവ് ടു യൂസ് ബ്ലാക്ക് ഹാറ്റ് SEO ഇൻ എ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ്. മൂന്നാമത്തെ പഠിച്ചു ഗ്രേ ഹാറ്റ് SEO എന്ന് പറയുന്നത്. എന്താണ് ഗ്രേ ഹാറ്റ് SEO? ഗ്രേ ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് SEO that will comes in between white hat and black hat. വൈറ്റ് ഹാറ്റിന്റെയും ബ്ലാക്ക് ഹാറ്റിന്റെയും മിഡിലിൽ വരുന്ന ഒരു SEO ആണ് എന്ത്, ഗ്രേ ഹാറ്റ് SEO എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല, ബ്ലാക്ക് ഹാറ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല, ഇതിന്റെ രണ്ടിന്റെയും മിഡിലാണ് നിൽക്കുന്നത്. സെർച്ച് എഞ്ചിൻ പോളിസിനെ മാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, റെസ്പെക്ടിങ് ദ സെർച്ച് എഞ്ചിൻസ് പോളിസി. ഇനി സെർച്ച് എഞ്ചിൻ പോളിസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോ, വയലേറ്റ് ചെയ്യുന്നില്ല. ബട്ട് അൺഎത്തിക്കലി ആയിരിക്കും അല്ലെ, ഒരു എത്തിക്സ് സൈഡ് അതിന് കുറവായിരിക്കും. സോ എന്താണ് ഗ്രേ ഹാറ്റിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്? വൺസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത കാലത്ത് അത് ബ്ലാക്ക് ഹാറ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത്? ഗ്രേ ഹാറ്റ് SEO. സോ അതുകൊണ്ട് ഗ്രേ ഹാറ്റും നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SEO: വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ഗ്രേ ഹാറ്റ്. പിന്നെ 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചല്ലോ, ഓൺ പേജ് SEO ആൻഡ് ഓഫ് പേജ് SEO. ഓൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്, നോക്കുക. ഓൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ SEO ചെയ്യുന്നതിനെയാണ് ഓൺ പേജ് എന്ന് പറയുന്നത്. ഓഫ് പേജ് എന്ന് പറയുമ്പോഴോ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധമില്ല, എക്സ്റ്റേണൽ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓഫ് പേജ് SEO ചെയ്യുന്നത്. അത് നമ്മൾ ഇന്നലെ പഠിച്ചു എന്താണ് ഓഫ് പേജ് എന്നും. എന്ത് ചെയ്യാ, നിങ്ങൾ വായിച്ചു നോക്കുക. സോ ഇനി നമുക്ക് നോക്കാം വൈറ്റ് ഹാറ്റ് SEO എന്താണെന്ന്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത hope you can see my screen. വൈറ്റ് ഹാറ്റ് SEO, ദ ഹോണസ്റ്റ് വേ ടു SEO സക്സസ്. കണ്ടോ, അതാണ് ഹോണസ്റ്റ് വേ ആണ്, SEOയിലേക്കുള്ള ഒരു ഹോണസ്റ്റ് വേ ആണ് എന്ത്, വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിന്റെ നോക്കി, ഇതിന്റെ ജസ്റ്റ് ഒരു scenario: 97% of internet users shop online. More than half shop online and then purchase offline. 70% use the internet for local shopping. More than 50% have switched from phone book to internet. Over 300 million daily internet searches. 25% of all searches are people looking for local solutions. For every $1 spent online, $5 is spent offline from searches. Clear അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? Am I clear? ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണ്. നോക്കി, അപ്പൊ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഓർത്ത് വെക്കുക അല്ലെ, ഇത് കുറച്ച് പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഡബിൾ ആയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവരും 97% ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ് ഷോപ്പ് ഓൺലൈൻ. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ആരൊക്കെയാണ് ഇന്റർനെറ്റിൽ ഷോപ്പ് ചെയ്യുന്നത് എന്നല്ല. സോ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് SEO എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഡെമോഗ്രാഫിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഗൂഗിൾ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ. നമ്പർ 1 സെർച്ച് എഞ്ചിൻ. 900 മില്യൺ യുണീക്ക് വിസിറ്റേഴ്സ് പെർ മന്ത് ഉണ്ട് ആർക്ക്? ഗൂഗിളിന്. ഇത് ചെറിയൊരു ഫിഗർ അല്ല, യുണീക്ക് വിസിറ്റർ ആണ് ഇവിടെ പറയുന്നത്. അതായത് ഗണേഷ് 100 പ്രാവശ്യം ഒരു മാസം കയറി കഴിഞ്ഞാലും അതിനൊരു യുണീക്ക് വിസിറ്റർ ആയിട്ടേ കണക്കാക്കുള്ളൂ. അങ്ങനെ എന്തുണ്ട്, ഇത്രയും യുണീക്ക് വിസിറ്റർ ഉണ്ട് ഇവിടെ ഗൂഗിളിന് കേട്ടോ. അത് അറൌണ്ട് 70% ഓഫ് സെർച്ചസ് ആണ്. ദെൻ കംസ് ബാക്കി സെർച്ച് എഞ്ചിൻസ് ആണ്. ഇവിടെ ബിങ് ഒരു സെർച്ച് എഞ്ചിനാണ്, യാഹു ഒരു സെർച്ച് എഞ്ചിനാണ്, ആസ്ക് ഒരു സെർച്ച് എഞ്ചിനാണ്, AOL ഒരു സെർച്ച് എഞ്ചിനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. സോ ഗൂഗിൾ സെർച്ച് എഞ്ചിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത്. യു നീഡ് ടു ബി എഫക്റ്റീവ് ഓൺ ഗൂഗിൾ ആൻഡ് ബിങ്. കണ്ടോ, അവർ പറയുന്നത് ഗൂഗിളിലും ബിങ്ങിലുമാണ്. ഇപ്പം ബിങ്ങിനും വലിയ പ്രാധാന്യമില്ല. ഓൺലി ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഇനി ഫ്യൂച്ചറിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്നതും എന്തായിരിക്കും, ഗൂഗിൾ തന്നെ ആയിരിക്കും ഒരു സെർച്ച് എഞ്ചിൻ. വാട്ട് ഡസ് SEO മീൻ? നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്. SEO മീൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, മേക്കിംഗ് യുവർ വെബ്സൈറ്റ് മോർ വിസിബിൾ ടു യുവർ ക്ലയൻസ്. നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് നമ്മുടെ വെബ്സൈറ്റ് മോർ വിസിബിൾ ആക്കാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലയന്റ് എന്ന് പറയാനായിട്ട് കാരണം? ബിക്കോസ് ഈ വെബ്സൈറ്റ് എങ്ങനെയൊക്കെ SEO ചെയ്തു കഴിഞ്ഞാലും അവിടെ ഒരു ജോഗ്രഫിക്കൽ ഫാക്ടറി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്റെ വെബ്സൈറ്റ് സെർവ് ചെയ്യാത്ത ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്റെ വെബ്സൈറ്റിന് മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട്, റൈറ്റ്? ഇപ്പം എന്റെ വെബ്സൈറ്റ് കേരളത്തിലാണോ,
ഞാൻ മാക്സിമം എൻ്റെ ബിസിനസ്സിനെ സെർവ് ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ ആണ്, ഓർ ഇൻ ദുബായ്, അബുദാബി, ഖത്തർ, യമൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ബിസിനസ് സെർവ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അന്റാർട്ടിക്കയിൽ പോയിട്ട് എൻ്റെ വെബ്സൈറ്റിന് SEO ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഈ SEO ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ലോകത്ത് മുഴുവനുള്ള സെർച്ച് എഞ്ചിൻസിൽ കൊണ്ടുപോയിട്ട് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിലും കൊണ്ടുപോയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, SEO ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫിക്കൽട്ടാണ്. പറ്റില്ല എന്നൊന്നും അല്ല, അത് ഡിഫിക്കൽട്ടാണ്. വൈ? ബിക്കോസ് ജോഗ്രഫിക്കൽ ഏരിയയും ഗൂഗിൾ എന്താണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. 90% ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹൗ യു ഡിസൈൻ യുവർ വെബ്സൈറ്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞു കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ നമ്മുടെ നമ്മുടെ കോഴ്സിന്റെ തുടക്കം മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് ഈസ് ദ കിങ്. കണ്ടന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. കണ്ടന്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് കോംപ്രമൈസ്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇന്നലെ പറഞ്ഞു, എത്ര വലിയ ഫേസ്ബുക്ക് മാർക്കറ്റർ ആണെങ്കിലും എത്ര വലിയ ഇൻസ്റ്റഗ്രാം മാർക്കറ്റർ ആണെങ്കിലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കണ്ടന്റ് ബാഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ദ എൻറ്റയർ മാർക്കറ്റിംഗ് വിൽ ബി എ ഡിസാസ്റ്റർ. അത് വലിയൊരു ഡിസാസ്റ്റർ. ഒരു ഗുണവും ഇല്ലാണ്ടായി പോകും ആർക്കും, ക്ലയന്റിനും കസ്റ്റമറിനും ഓഡിയൻസിനും ബിസിനസിനും നമ്മൾക്കും ദ മാർക്കറ്റ് ആർക്കും ഒരു ഗുണവും ഇല്ലാണ്ടായി പോകും. 10% ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ലൈക്ക് ലിങ്ക്. കണ്ടോ, 90% എന്താണ്, നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ആണ്. ദാറ്റ് മീൻസ് ദ കണ്ടന്റ്. വെബ്സൈറ്റ് ഡിസൈനിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ HTML വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. പൊസിഷനിങ് ഈസ് എവറിത്തിങ്. നോക്ക്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SEO ആണ് കേട്ടോ. ഇതൊരു തിയറി ക്ലാസ് ആയിട്ട് ഒന്നും കണക്ക് കൂട്ടരുത്. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് SEO. മനസ്സിലായി? എങ്ങനെ ഒരു വെബ്സൈറ്റിനെ നന്നാക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മൾ ഇന്നലെ പഠിച്ചതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇന്ന് ഫോർ ദ ടൈം ബീങ് ലെറ്റ്സ് ലിസൺ ടു ദിസ് presentation. 90% is determined by how you design your website. SEOയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, ദ ഡിസൈൻ. വേറെ ഒന്നും SEO ചെയ്യാനില്ല. നിന്റെ വെബ്സൈറ്റ് നല്ല രീതിയിലാണോ നീ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരാൾ താങ്കളുടെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, അവിടെ നിന്ന് ബൗൺസ് ആയി പോകത്തില്ല. There comes traffic. When traffic increases, SEO also getting increase. അതായത് ട്രാഫിക് കൂടുമ്പോൾ SEOയും എന്താവും, കൂടും. ട്രാഫിക് കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം, ആൾക്കാരെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരണം. അത് നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ് അറിയാം. ഗൂഗിൾ പരസ്യം കൊടുക്കാം, നമുക്ക് ഫേസ്ബുക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൾക്കാരെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവനവിടെ പിടിച്ചു നിർത്തണം, എങ്കിലേ SEO വരത്തുള്ളൂ. അവനവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അവനെ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം? അവന് കൺഫ്യൂസിങ് ആക്കാത്ത രീതിയിലുള്ള കണ്ടന്റും നല്ല ബ്രാൻഡിങ് ആയിട്ട് തോന്നണം. നല്ല രസമായിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അവൻ ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ കയറി ഉടനെ തന്നെ ഇതെന്ത് വെബ്സൈറ്റ് ആണ്, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോകും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ബൗൺസ് റേറ്റ് കൂടും. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ആൾക്കാർ വന്നു അതിൽ എത്ര പേരാണ് അപ്പൊ തന്നെ ബൗൺസ് ആയി പോയത്. ബൗൺസ് റേറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു SEOയും വർക്കാവത്തില്ല. സോ SEOയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. 90% ഓഫ് SEO ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹൗ യു ഡിസൈൻ യുവർ വെബ്സൈറ്റ്. ദാറ്റ് ഈസ് ദ കണ്ടന്റ്. Then comes the positioning. Positioning is everything. Everything. People abandon searches if they don't find what they want on page 1. See, നിന്റെ വെബ്സൈറ്റ് എന്തിനെ പറ്റിയാണോ, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് എന്താണോ, എൻ്റെ കമ്പനി എന്താണോ, അത് എൻ്റെ പേജ് 1 ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത അതാണല്ലോ. നമുക്കൊക്കെ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഹോം, എബൌട്ട്, സർവീസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ ഹോം ബട്ടണിൽ ഹോം പേജിൽ എന്തിനാണ് ഞാൻ മൈ സർവീസസ് ആഡ് ചെയ്യുന്നത്? ബിക്കോസ് എൻ്റെ ഒരു ക്ലയന്റ്, ഈ അടുത്തൊരു ക്ലയന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഹോം പേജിൽ നിന്ന് എന്ത് മാറ്റണം, സർവീസസ് മാറ്റണം എന്ന്, മൈ സർവീസസ്. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അത് എൻ്റെ മൈ സർവീസസ് എന്ന് പറഞ്ഞ പേജിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഹോം പേജിൽ? ദാറ്റ്സ് എ ബ്ലണ്ടർ അല്ലേ. പിന്നെ നമുക്ക് ചില ക്ലയന്റിനോട് പറയാൻ പറ്റും, ചിലരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാള് ഫേസ്ബുക്കിലൊക്കെ സെർച്ച് എഞ്ചിനിൽ കയറി സെർച്ച് ചെയ്യുന്നത് എന്തായിരിക്കും, അയാളുടെ ബിസിനസിനെ പറ്റിയായിരിക്കും അല്ല, അയാളുടെ കീവേഡ്. അത് അയാളുടെ ഹോം പേജിൽ ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ, അല്ലെങ്കിൽ ഹോം പേജിലായിരിക്കും അത് SEO ആയിട്ട് സെർച്ച് എഞ്ചിനിൽ കാണിക്കുന്നത്. അവൻ അതിൽ ക്ലിക്ക് ചെയ്ത് അവന്റെ ഹോം പേജിൽ പോകുമ്പോൾ അവിടെ സാധനം ഒന്നുമില്ല. അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, മൈ സർവീസസിൽ പോയി. നമ്മൾ ആരെങ്കിലും അങ്ങനെ പോയി നോക്കാറുണ്ടോ? നമ്മളൊരു സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിന്റെ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റീഡയറക്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ബാക്ക് അടിച്ചു പോയിട്ട് അടുത്ത വെബ്സൈറ്റിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച, ക്ലയന്റ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ കസ്റ്റമർ ഉദ്ദേശിച്ച സാധനം എവിടെ വേണം? ഹോം പേജിൽ മാൻഡേറ്ററി ആയിട്ടും വേണം എന്നുള്ളതാണ്. കാരണം ഈ വരുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, അവൻ ഉദ്ദേശിച്ച സാധനം എൻ്റെ 3-ാമത്തെ പേജിലുണ്ടോ 4-ാമത്തെ പേജിലുണ്ടോ എന്ന് ഇവരൊന്നും കയറി നോക്കത്തൊന്നുമില്ല. അവർക്ക് വേണ്ട സാധനം എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക, എൻ്റെ ഹോം പേജിൽ ഇതൊക്കെയാണ് എൻ്റെ സർവീസസ്. മാൻഡേറ്ററി ആണ്. അല്ലാണ്ട് എൻ്റെ സർവീസസ് മൈ സർവീസസിൽ കിടപ്പുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഹോം പേജിൽ കൊണ്ടുപോയിടേണ്ടത്? ദാറ്റ്സ് ബ്ലണ്ടർ.
ഈ പറയുന്ന സെർച്ച് എഞ്ചിനും അൽഗോരിതത്തിനും അവർക്കൊന്നും അറിയത്തില്ല ഇത് മൂന്നാമത്തെ പേജ് ആണോ നാലാമത്തെ. ദാർ ഓൾ അൽഗോരിതംസ്. സോ പീപ്പിൾ അബാൻഡൺ സെർച്ചസ് ഇഫ് ദേ ഡോണ്ട് ഫൈൻഡ് വാട്ട് ദേ വാണ്ട് ഓൺ പേജ് 1. സെക്കൻഡ്, വൈറ്റ് ഹാറ്റ് എസ്ഇഒയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, 30% ഓഫ് ക്ലിക്സ് ആർ ഓൺ ദ ഫസ്റ്റ് ലിങ്ക് ഓൺ ദ ഫസ്റ്റ് പേജ്. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് അവിടെയും പറയുന്നത്. 30% ക്ലിക്ക് നടക്കുന്നത്, ഓർഗാനിക് ക്ലിക്ക് നടക്കുന്നത് ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് ലിങ്കിലാണ്. മോർ ദാൻ ദ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. വൈറ്റ് ഹാറ്റ് എസ്ഇഒയിലേക്ക് കിടക്കാം. വാ. White hat techniques are in line with search engines recommendations and are not deceptive. ഞാൻ പറഞ്ഞു അല്ലെ, വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സ് എന്താണ്, സെർച്ച് എഞ്ചിൻ പോളിസീസുമായിട്ട് ഇൻ ലൈൻ ആണ്, പാരലൽ ആണ്, അതിന് വയലേറ്റ് ചെയ്യുന്നില്ല. സെർച്ച് എഞ്ചിൻസിന് കുറെ പോളിസീസ് ഉണ്ടല്ലോ, 18+ കണ്ടന്റ് പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എസ്ഇഒ വർക്ക്ഔട്ട് ആവത്തില്ല, വയലൻസ് പാടില്ല, അനാവശ്യമായിട്ടുള്ള കീവേഡ്സ് കൊടുക്കരുത്, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന കീവേഡ്സ് കൊടുക്കരുത്. കാരണം നൈക്കി ഷൂ എന്ന് സെർച്ച് ചെയ്യുന്ന ഒരുത്തനെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കുകയാണ്, പക്ഷെ എൻ്റെ വെബ്സൈറ്റിൽ എന്തില്ല, നൈക്കി ഷൂ ഇല്ല, കംപ്ലീറ്റ്ലി പ്യൂമ അഡിഡാസ് ആണ്. പിന്നെ ഞാൻ എന്തിനാണ് നൈക്കി കൊടുക്കുന്നത്? ഞാൻ ഒരാൾ നൈക്കിന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് കയറി പോകും, പക്ഷെ എൻ്റെ കയ്യിൽ നൈക്കി ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഓഡിയൻസിനെ എന്താ ചെയ്യുന്നത്? മിസ്ലീഡ് ചെയ്യാണ്. അതെന്ത് ചെയ്യും? സെർച്ച് എഞ്ചിൻ പോളിസിനെ വയലേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അതൊരു എക്സാമ്പിൾ ആണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ പറയുന്നത് എന്താണ്, നിന്റെ വെബ്സൈറ്റിൽ ഉള്ളത് എന്താണോ അതിന്റെ മാത്രമേ നീ കീവേഡ് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലല്ലേ ഒരാൾക്ക് കറക്റ്റ് സാധനം കാണാൻ പറ്റുള്ളൂ. പക്ഷെ ട്രാഫിക് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യും? ഇല്ലാത്ത സാധനത്തിന് വരെ അങ്ങോട്ട് നമ്മൾ കീവേഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അത് ആക്ച്വലി സെർച്ച് എഞ്ചിൻ പോളിസിക്ക് എതിരാണ് എന്നാണ് പറയുന്നത്. സോ വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പോളിസിനെ വയലേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഒന്നും അല്ല. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാന്യമായിട്ടുള്ള ഇൻ ലൈൻ വിത്ത് സെർച്ച് എഞ്ചിൻ ആണ്, സെർച്ച് എഞ്ചിൻ പോളിസീസുമായിട്ട് ഇൻ ലൈൻ ആണ്. അതനുസരിച്ചുകൊണ്ടും അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അതിനെ മാനിച്ചുകൊണ്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത്, വൈറ്റ് ഹാറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, മെത്തേഡ്സ് വിച്ച് ക്രിയേറ്റ് യൂസ്ഫുൾ കണ്ടന്റ് ഫോർ യൂസേഴ്സ് ആൻഡ് ഇൻക്രീസിംഗ് ആക്സസിബിലിറ്റി ഓഫ് ദ കണ്ടന്റ് വിത്തൗട്ട് ട്രൈങ് ടു ഫൂൾ ദ സെർച്ച് എഞ്ചിൻ സ്പൈഡേഴ്സ്. സ്പൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോളറിനെയാണ് കേട്ടോ. ഇനി എന്താണ് ബ്ലാക്ക് ഹാറ്റ് എന്നും കൂടി അവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. ബ്ലാക്ക് ഹാറ്റ് ടെക്നിക്സ് ദാറ്റ് മിസ്ലീഡ് ദ വ്യൂവർ ഓർ ദ സ്പൈഡേഴ്സ്. അതായത് അത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. നോക്കി, ഇത് ലിങ്കോ, ഇത് നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങളാണ്, വീണ്ടും പറയുന്നില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് ടേംസ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. എന്താണ് കീവേഡ് എന്ന് നമ്മുടെ സിലബസിൽ, നമ്മുടെ കോഴ്സിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഞാൻ പറയുന്നില്ല. ഓർഗാനിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻസ് ആണ്, വിച്ച് ഇസ് നോട്ട് പെയ്ഡ്, അതിനെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. സ്പൈഡർ എന്താണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഇന്നലെ പറഞ്ഞു, ബോട്ടാണ് അല്ലെ, ക്രോളർ, അൽഗോരിതം, എന്ത് വേണമെങ്കിലും വിളിക്കാം. SERP എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വിച്ച് ഈസ് കോൾഡ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. 7 റിസൾട്ട് SERP എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പിൻസ് ആണ് മാപ്പ് ലിമിറ്റഡ് ടു 7 ഹിറ്റ്സ്. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആൾക്കാർ ബൗൺസ് ആയി പോകുന്നു. ലോങ് ടൈൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഓൾട്ട് ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണ് ആക്ച്വലി ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ കുറെ ഇമേജസ് ഉണ്ടാവും അല്ലെ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഇന്റർനെറ്റ് ഇത്രയും ഫാസ്റ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ 29 രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്ത് ആ ഒരു ടൈമിലേക്ക് ഒന്ന് പോയിക്കും എല്ലാവരും. ആ ടൈമിൽ നമ്മളൊരു വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും ആ വെബ്സൈറ്റിൽ ഇമേജസ് ലോഡ് ആവാൻ കുറെ ടൈം എടുക്കും അല്ലെ. ഫ്ലിപ്കാർട്ടിൽ കയറുമ്പോൾ പ്യൂമ ഷൂ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം പ്യൂമയുടെ കുറെ ഇമേജസ് വരണം, പക്ഷെ ഇമേജ് ലോഡ് ആവാൻ കുറെ ടൈം എടുക്കും. അപ്പം ഇമേജ് ലോഡ് ആകാൻ ടൈം എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഇമേജ് ലോഡ് ആവത്തില്ല, നെറ്റ് അപ്പോഴത്തേക്കും എന്താ ഡിമിനിഷ് ആവും, അപ്പം ഇമേജ് ലോഡ് ആവത്തില്ല. അപ്പൊ എന്താ സംഭവിക്കാറ് നോർമൽ കേസസിൽ? അവിടെ ആ ഇമേജ് എന്താണോ അതിനൊരു ടെക്സ്റ്റ് രൂപത്തിൽ അവിടെ എഴുതിയിടും അല്ലെ, puma.png.jpg. എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും? ഗണേശേ, കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഗണേഷ് മനസ്സിലല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഇമേജ് ലോഡായില്ലെങ്കിൽ നമ്മൾ കാണാറുള്ള ടെക്സ്റ്റ് ആണ് എന്ത്? ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഓൾട്ട് ടെക്സ്റ്റിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? നമ്മൾ എന്റെ വെബ്സൈറ്റിൽ ഒരു ഇമേജിന് ഓൾട്ട് ടെക്സ്റ്റും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് വൈറ്റ് ഹാറ്റ് SEOയുടെ ഏറ്റവും വലിയ പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ വെബ്സൈറ്റിൽ 4 ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് 4ഉം എന്താണ്? പ്യൂമ ഷൂസിന്റെ ഇമേജസ് ആണ് എന്റെ ഇതിലുള്ളത്. സോ ഞാൻ ഇതിന് ഓൾട്ട് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, പ്യൂമ ഷൂസ്. എന്താ സംഭവിക്കുക എന്നറിയാമോ? ഈ ക്രോളർ അല്ലെങ്കിൽ ഈ സ്പൈഡർ അല്ലെങ്കിൽ ഈ റോബോട്ട് അല്ലെങ്കിൽ ഈ അൽഗോരിതം എന്റെ വെബ്സൈറ്റ് കയറി പരതുമ്പോഴത്തേക്കും അൽഗോരിതത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? ഈ അൽഗോരിതത്തിന് ഈ ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ? ഇല്ല. അത് മനുഷ്യന്മാരല്ല അല്ലെ, കണ്ണില്ല.
അതുകൊണ്ട് ഞാൻ ഓൾട്ട് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ഈ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യൂമ ഷൂ ആണ് എന്ന് ഞാൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ക്രോളറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഓൾട്ട് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എന്താണോ എൻ്റെ ഇമേജ്, ആ ഇമേജ് എന്താണെന്ന് ഞാൻ ക്രോളറിന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓൾട്ട് ടെക്സ്റ്റിലൂടെയാണ്. കീവേഡ് അപ്ലൈഡ് ആസ് എ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഓർ ലിങ്ക് നെയിം. ഇനി എങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്, ഒരാൾ സെർച്ച് ചെയ്യാണ് അഡിഡാസ് ഷൂസ് എന്ന് സെർച്ച് ചെയ്യാണ്, അഡിഡാസ് എന്ന് സെർച്ച് ചെയ്യാണ്, അവൻ ഇമേജസിൽ ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. അതാ ഇമേജസിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഐ എം ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് ഇമേജസ്. ഈ ഇമേജ് എങ്ങനെയാണ് ഇവരെനിക്ക് തരുന്നത്, ഗൂഗിളിന് അറിയാമോ ഇത് അഡിഡാസ് ഷൂ ആണെന്ന്? ഗൂഗിളിന്റെ അൽഗോരിതത്തിന് കണ്ണുണ്ടോ? ഇല്ല. ഈ കാണുന്ന വെബ്സൈറ്റിന്റെ ഓൾട്ട് ടെക്സ്റ്റിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് അഡിഡാസ് ആണ്. സോ ഞാൻ അഡിഡാസ് സെർച്ച് ചെയ്തപ്പോൾ ഇമേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്രോളർ എന്ത് ചെയ്തു, അഡിഡാസ് എന്ന ഓൾട്ട് ടെക്സ്റ്റ് ഉള്ള എല്ലാ വെബ്സൈറ്റും എടുത്ത് പരതിയിട്ട് ക്രോൾ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ് എന്ത്, ഈ കാണുന്നതൊക്കെയാണ് അഡിഡാസിന്റെ റിലേറ്റഡ് പിക്ചേഴ്സ്. സോ ഇമേജസിനെ SEO ചെയ്യുന്നത്, ഇമേജസിനെ കീവേഡ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ എന്താണ് ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ളതിൽ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനീറ്റ, ആതിര, ഗണേഷ്, ഋതിക്, ലിറ്റി, അഫ്സൽ, രശ്മി, വിഷ്ണു, യദു, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓൾട്ട് ടെക്സ്റ്റിനെ പറ്റി? ഓർ ലിങ്ക് നെയിംസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ലിങ്കിന് എടാ ഓൾട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓർ ലിങ്ക് നെയിം. ഇപ്പൊ ഇത് നോക്കി, ഇത് നോക്കി, മെൻ സൂപ്പർ ക്ലൗഡ് വൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ എന്താ, ഡിസ്ക്രിപ്ഷൻ അല്ലേ? നോക്കി വായിച്ചു നോക്കി, മെൻ സൂപ്പർ സ്റ്റാർ കോൾഡ് വൈറ്റ് ക്ലോർ ബാക്ക് ഷൂസ് അഡിഡാസ് യൂസ്, അത് ഡിസ്ക്രിപ്ഷൻ അല്ലേ? തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എന്താ, ലിങ്ക് നെയിം അല്ലേ, adidas.com. അപ്പൊ ഓൾട്ട് ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ട് ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ലിങ്ക് നെയിമോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ, നിനക്ക് എന്തും കൊടുക്കാം. നീ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, ക്രോളർ ഐഡന്റിഫൈ ചെയ്യുക. മനസ്സിലായില്ലേ? നമുക്ക് ഈ HTML ഒരു പേജിൽ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ അഡിഡാസ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നോക്കി, ഈ ഫസ്റ്റ് കാണുന്നത് SEO അല്ല കേട്ടോ, അത് ആഡ് ആണ്. ഗൂഗിൾ ആഡ്സ് വഴി പരസ്യം കൊടുത്ത ആഡ് ആട്ടോ. ഇതാണ് SEO ചെയ്ത് ഫസ്റ്റ് വന്ന ഓർഗാനിക് വെബ്സൈറ്റ് ആണ്. ടൈറ്റിൽ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഓൾറെഡി. എന്താണ് ടൈറ്റിൽ? പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ നീല കളറിൽ കാണുന്നില്ലേ, ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പേജ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അതൊരു ടാഗ് ആണ് HTML, ടൈറ്റിൽ ടാഗ് എന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ കാണിച്ചു തന്നതാണ്, അത് ഇതിൽ തന്നെ നമുക്ക് പഠിക്കാം. ടൈറ്റിൽ ടാഗിൽ കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും ഈ നീല കളറിൽ വരിക. ഈ നീല കളറിൽ വരുന്നത് തന്നെ ആയിരിക്കും എന്ത് വരിക, ആ ടാബിന്റെ പേരായിട്ട് വരിക. നോക്കിക്കേ, കണ്ടോ ആ ടാബിന്റെ പേര് കണ്ടോ, അഡിഡാസ് ഒഫീഷ്യൽ ഷോപ്പ്. ഈ നീല കളറിൽ വന്നേക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആ ടാബിന്റെയും പേര്. കാണാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. സോ പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കാണുന്നതാണ്. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഷോസ് ഇൻ SERP. ഈ കാണുന്നതാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. അത് ഈ കാണുന്ന ഈ ഫോർമൽ ഡിസ്ക്രിപ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. പേജ് ടൈറ്റിൽ. ഇനി നോക്കി, ഈ പേജ് ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനും വെബ്സൈറ്റിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല അല്ലെ? നിർബന്ധമില്ല. അതായത് അത് തന്നെ വരണം എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് അത് തന്നെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ നല്ലത്. വൈറ്റ് ഹാറ്റ് എന്ന് പറയുമ്പോൾ മെറ്റാ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും എന്ത് വരണം, വെബ്സൈറ്റിൽ വരണം. ഇനി എന്താ, ചിലപ്പം ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി എന്റെ വെബ്സൈറ്റായിട്ട് ഒരു ബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പം ഒരാൾ സെർച്ച് ചെയ്യാണ് എന്താണ്, എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എന്താ, ബൈ അഡിഡാസ് ഷൂസ് എന്ന് എന്ത് സെർച്ച് ചെയ്യും. അപ്പൊ എന്റെ വെബ്സൈറ്റിൽ അഡിഡാസ് ഷൂസേ ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ ടാഗ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരുടെ വെബ്സൈറ്റിൽ അഡിഡാസ് ഷൂ ഉണ്ടെന്ന്. ക്ലിക്ക് ചെയ്ത് അപ്പുറത്തോട്ട് പോകുമ്പോഴോ കംപ്ലീറ്റ്ലി നൈക്കിയാണ്. സോ ഞാൻ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യല്ലേ. അപ്പൊ അതെന്താണ്, ബ്ലാക്ക് ഹാറ്റ് SEO ആണ് ആക്ച്വലി. പക്ഷെ വൈറ്റ് ഹാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തന്നെ എവിടെ വരണം, അവരുടെ ഹോം പേജിലും ഉണ്ടാവണം. ഇതൊക്കെ അഡിഡാസിനെ പറ്റിയാണ്. സോ ഇറ്റ്സ് എ വൈറ്റ് ഹാറ്റ്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്, ടൈറ്റിൽ ടാഗ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അനലറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെബ്സൈറ്റിന് അനലൈസ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ? വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ് വേ ആണ്, ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഹോണസ്റ്റ് ആണ്. ഫൗണ്ടേഷൻസ് ഓഫ് SEO സക്സസ്. നോക്ക്,
ഇനി SEO സക്സസ് ആവണമെങ്കിൽ ഇതാ ഇത്രയും കാര്യങ്ങളും കൂടി വേണം. സൈറ്റ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻസ് ആൻഡ് ലോക്കൽ ഡയറക്ടറീസ്. സൈറ്റ് എന്തായിരിക്കണം? ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് സൈറ്റിനെ രജിസ്റ്റർ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞതാണ്. ക്ലാസ്സിൽ ഇല്ലാത്തവർ റെക്കോർഡ് ക്ലാസ് കേൾക്കുക. മൊബൈൽ ആൻഡ് iOS കോമ്പാറ്റിബിൾ ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റ്. മനസ്സിലായില്ലേ? മൊബൈലിലും iOSലും ഈക്വലി വർക്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ വെബ്സൈറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അതിലെ SEO ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇത് നോക്കി, ഇതൊരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൊബൈലിലും iOSലും വർക്കാം. അപ്പൊ ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് അടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിന്റെ HTML കോഡ് കാണാനായിട്ട് പറ്റും. അല്ല, കോഡല്ല, അതിന്റെ ഒരു ഡിസൈൻ. ഇത് നോക്കി, ഇതാണ് ഇതിന്റെ നോർമൽ ഒരു വെബ്സൈറ്റിൽ കാണുന്നത്. ഇനി ഞാൻ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിനെന്താ, എനിക്ക് ഇതിന്റെ മൊബൈൽ വ്യൂവും കാണാനായിട്ട് സാധിക്കും. ഇറ്റ്സ് റെസ്പോൺസീവ് അല്ലെ? മൊബൈൽ വ്യൂ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് മാറുന്നുണ്ട്. കോഡ് എന്താവുന്നില്ല, പൊട്ടിപ്പോകുന്നില്ല കോഡ്. സോ ഇറ്റ്സ് റെസ്പോൺസീവ്. അത് SEOയ്ക്ക് പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. കീവേഡ്സ് ആർ ചൂസൺ ടു റെസ്പോണ്ട് ടു ക്ലയന്റ് സെർച്ചസ്. അതാണ് നമ്മൾ പറഞ്ഞ കീവേഡ്സ് എന്തായിരിക്കണം? ക്ലയന്റ് സെർച്ചിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കീവേഡ്സ് അപ്പിയർ ഇൻ റൈറ്റ് പ്ലേസസ് ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. യൂസ്ഫുൾ ഓർഗാനിക് കണ്ടന്റ്. റീഡബിൾ പേജസ്. മിനിമൈസ് ടെക്സ്റ്റ് ഇൻ ഗ്രാഫിക്സ്. ഇമേജസിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. Active blog, lots of keywords, heavy titles and text, fresh regular content updates, good internal links to other sites, to other pages in your domain, incoming link from other sites with strong alt text keyword. അതായത് ലിങ്ക് ജ്യൂസ് അല്ലെ, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഇതൊക്കെ. ടൂൾസ് വി യൂസ് നോക്കി, ഗൂഗിൾ സെർച്ച് കൺസോൾ, ക്രിയേറ്റീവ് മോഷൻ. ഇതൊക്കെ SEO. ആഡ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ്, ഗൂഗിൾ ആഡ്സ്. ആഡ്വേർഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പേരാണ്, അത് മാറി എന്തായി ഗൂഗിൾ ആഡ്സ് ആയി. ഗൂഗിൾ അനലറ്റിക്സ്, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നാക്കി അതിന്റെ പേര്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ സെർച്ച് കൺസോളും ഗൂഗിൾ ആഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താ. അനാട്ടമി ഓഫ് എ വെബ്സൈറ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ? ഒരു അനാട്ടമി. ഇതാണ് സെർച്ച് കീവേഡ്. ഈ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, അതാണ് സെർച്ച് വേർഡ്. ആദ്യം വരുന്നത് പെയ്ഡ് ആഡ് ആയിരിക്കും. ടോപ്പ് 7 മാപ്പ് റിസൾട്ട് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. തൊട്ട് താഴെ മോർ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് കാണും. ടോപ്പ് 7 റിസൾട്ടുകളാണ് ഇത് കാണിക്കുന്നത്. ഓർഗാനിക് ലിങ്ക് വ്യൂസ് ആണ് കാണിച്ചത്. ഇതാണ് ഒരു സെർച്ച് എഞ്ചിന്റെ അനാട്ടമി. കൺസ്ട്രക്ട് യുവർ വെബ്സൈറ്റ് സ്മാർട്ട്ലി, നിങ്ങൾ വായിച്ചു നോക്കുക. iOS ഫ്രണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ ടൈം കളയുന്നില്ല. ഇത് നോക്കി, ക്രിയേറ്റ് എ ലോക്കൽ പ്രസൻസ്. SEOനെ നമ്മൾ വേറെ SEO നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ ടാഗ്, മെറ്റാ ടാഗ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, ക്ലെയിം യുവർ ഗൂഗിൾ പ്ലേസ് അക്കൗണ്ട്. ഗൂഗിൾ മൈ ബിസിനസ് എന്നാണ് അതിന് പറയുന്നത് അല്ലെ? നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ കമ്പനിയുടെ പേരും ലൊക്കേഷനും മൊബൈൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും വെബ്സൈറ്റ് ഒക്കെ ഗൂഗിളിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. സോ അതും SEO ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഒരു ലോക്കൽ പ്രസൻസും ഓൺലൈനിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. സെർച്ച് കീവേഡ് ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാ വൈറ്റ് ഹാറ്റ് SEOയില് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് പേജ് ടൈറ്റിൽ. പേജ് ടൈറ്റിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് പഠിക്കാം. സെക്കൻഡ് വൺ ഈസ് പേജ് ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ കേട്ടോ. അടുത്തത് കണ്ടന്റ്, ദെൻ കംസ് ദ ലിങ്ക്. 4. ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ ഇങ്ങനെയാണ്, എറി വെഡിങ് ഫോട്ടോഗ്രാഫി ബൈ ജോൺ ഹ്യൂഗൽ. ഇതാണ് ആ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ. ഇനി അവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി, വെഡിങ് ഫോട്ടോഗ്രാഫി ഇൻഫർമേഷൻ, പ്രൈസസ്, പാക്കേജസ് ആൻഡ് ലിങ്ക്സ്. ഇതെന്താ സംഭവിച്ചു? ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ടൈറ്റിലിൽ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ കീവേഡ് തന്നെ എന്ത് ചെയ്തു? ഡിസ്ക്രിപ്ഷനിലും യൂസ് ചെയ്തു, വിച്ച് ഈസ് വെഡിങ് ഫോട്ടോഗ്രാഫി. സോ ടൈറ്റിൽ ഒരു ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ വേറൊരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്രോളർ എന്ത് ചെയ്യില്ല, നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. സോ മാൻഡേറ്ററി ആയിട്ടും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? നോർമൽ ലോജിക്കുള്ള ഏതൊരുത്തിനും എന്താണ്, അവന്റെ ടൈറ്റിലുള്ള കീവേഡ് തന്നെ എന്ത് ചെയ്യും, അവന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. ദെൻ കംസ് കണ്ടന്റ്. നോക്കി, കണ്ടന്റിലും എന്താ പറയുന്നത്? യൂസ് കീവേഡ്സ് വെഡിങ് ആൻഡ് ഫോട്ടോഗ്രാഫി. ഈ 2 കീവേഡ് തന്നെ എവിടെ യൂസ് ചെയ്യണം? കണ്ടന്റിലും യൂസ് ചെയ്യണം. ദെൻ ലിങ്ക്, നമ്മൾ ഇന്നലെ URL പറ്റി പഠിച്ചു അല്ലെ? നമ്മുടെ വെബ്സൈറ്റ് URL, അതായത് ഇപ്പൊ നോക്കി, ഇതിപ്പോ adidas.com എന്ന് പറയുന്ന ഇതാണ്. ഞാൻ ഇവിടെ adidas.com/mediaയിൽ ക്ലിക്ക് ചെയ്യാണ്.
എന്നിട്ട് ഞാൻ പ്രസ് റിലീസിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കിക്കേ, adidas.com adidasgroup.com/ നോർമൽ ഒരു അൺസ്ട്രക്ചേർഡ് URL അല്ല ഇവരുടെ, സ്ട്രക്ചേർഡ് ആണ്, media/news archive. കണ്ടോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ക്രോളറും കയറി ഈ URL അങ്ങ് ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ക്രോളറിന് ഇവിടെ നിന്ന് കീവേഡ്സ് കിട്ടാണ്, മീഡിയ, ന്യൂസ്, അർച്ചീവ്സ്. നോർമൽ കേസസിൽ ഈ URL എന്തായിരിക്കും? ഇങ്ങനെ 1 2 3 4 5 അല്ലെങ്കിൽ സ്ലാഷ് അങ്ങനെയൊക്കെ ആയിരിക്കും. സോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ വേണം എന്ത് കൊടുക്കാൻ? ലിങ്ക് കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ടെക്സ്റ്റ് ആൻഡ് ഓൾട്ട് ടെക്സ്റ്റ് കണ്ടെയ്ൻസ് കീവേഡ്സ്, അങ്ങനത്തെ കീവേഡ്സ് വേണം നമ്മൾ കൊടുക്കാൻ. അസൈൻ കീവേഡ്സ് ബൈ പേജസ്. നോക്കി, ഹോം പേജിൽ എറി പോർട്രേറ്റ്സ്, വെഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ സബ് പേജ് ആണ്, സിനർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സബ് പേജ്. അപ്പൊ സബ് പേജ് അനുസരിച്ചിട്ട് ഓരോ പേജിന്റെ സബ് പേജിലും നമ്മൾ കീവേഡിനെ സ്മാർട്ട് ആയിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പൊ നോക്കിക്കേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഫൈറ്റ് ചാറ്റിൽ മെയിൻ ആയിട്ട് വേണം എന്ന് പറഞ്ഞത്? ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ്, ലിങ്ക്, 4 എണ്ണം. ഒരെണ്ണവും കൂടി ഉണ്ട്, ഏതാണ്? ഓൾട്ട് ടെക്സ്റ്റ്, 5 എണ്ണം കേട്ടോ. ഓൾട്ട് ടെക്സ്റ്റ്, ഇതാണ് 5 പവർഫുൾ ആയിട്ടുള്ള വൈറ്റ് ഹാറ്റ് ടൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പെട്ടെന്ന് ഞാൻ ഇന്ന് എന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നല്ല ടൈറ്റിലും കൊടുത്തു, നല്ല പേജ് ഡിസ്ക്രിപ്ഷനും കൊടുത്തു, നല്ല കണ്ടന്റും കൊടുത്തു, നല്ല ലിങ്കും കൊടുത്തു എന്ന് കരുതിയിട്ട് നാളെ എന്റെ നല്ല വെബ്സൈറ്റ് SEO ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് ടൈം എടുക്കും അല്ലെ? സോ ഈ 5 കാര്യം ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? പേജ് ടൈറ്റിൽ, പേജ് ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ്, ലിങ്ക്. പേജ് ടൈറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ പേജ് ടൈറ്റിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ സൂം മീറ്റിംഗ് ഇപ്പൊ എൻഡ് ആവാറായി. ഞാൻ പുതിയൊരു ലിങ്ക് ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇടാം, എല്ലാവരും ഒന്നും കൂടി റീജോയിൻ ചെയ്യാം. സോ എങ്ങനെ പേജ് ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ പേജ് ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കീവേഡ്സ്, ലൊക്കാലിറ്റി മാൻഡേറ്ററി ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. കീവേഡ്സ് എന്തായാലും കീവേഡ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ പേജ് ടൈറ്റിൽ. ഈ ടൈറ്റിൽ പറയുമ്പോൾ വെറുതെ നല്ല ഭംഗിക്ക് എഴുതി കൊടുക്കാനല്ലായിട്ട് ഉദ്ദേശിക്കുന്നത്. കീവേഡ്സ് ആണ് ടൈറ്റിലിൽ വരേണ്ടത്. എന്തായിരിക്കണം കീവേഡ്? ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യാൻ പോകാൻ ചാൻസ് ഉള്ള വേർഡ് എന്തൊക്കെയാണോ ആ വേർഡ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? കീവേഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് എന്താണ്? പേജ് ടൈറ്റിൽ, പേജ് ഹെഡർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി സിമിലർ ബട്ട് നോട്ട് ഐഡന്റിക്കൽ. നമ്മൾ ടൈറ്റിലിൽ കൊടുക്കുന്ന സെയിം സംഭവം തന്നെ എവിടെയും വരണം? ഹെഡറിൽ വരണം. അത് ഐഡന്റിക്കൽ ആവാൻ പാടില്ല, പക്ഷെ എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. സിമിലറും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗൂഗിളിന് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് ഹാറ്റ് SEO ആണെന്ന് ഗൂഗിളിന് മനസ്സിലാവും. എന്ത്? അത് സിമിലർ അല്ല എന്നുണ്ടെങ്കിൽ. അല്ല, ശരിയല്ലേ? ഞാൻ എന്റെ പേജ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് നൈക്കി, പക്ഷെ എന്റെ പേജ് ഹെഡറിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ വേറെ പല കാര്യങ്ങളും. സോ ദാറ്റ് മീൻസ് അത് ബ്ലാക്ക് ഹാറ്റ് ആണ്, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യണം. ബട്ട് അപ്പൊ അതെന്തായിരിക്കണം? എല്ലാം സിമിലർ ആയിരിക്കണം, ബട്ട് ഐഡന്റിക്കൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? ഐഡന്റിക്കൽ ആണെങ്കിൽ ആൾക്കാർക്ക് തന്നെ മേ ബി എന്ത് വരും? ഒരു ബോറിംഗ് ഫീച്ചർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇതേ എങ്ങനെയാണ് ടൈറ്റിൽ ടാഗ് കൊടുക്കേണ്ടത്? നോക്കിക്കേ, നമ്മുടെ HTML ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യുക? ഒരു ടൈറ്റിൽ ടാഗ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അതായത് ഇതിങ്ങനെയാണ് ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്യേണ്ടത്. അവിടെ വെഡിങ് ഫോട്ടോഗ്രാഫി എന്തൊക്കെയാണോ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അങ്ങോട്ട് ടൈറ്റിൽ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ടൈറ്റിൽ ടാഗിനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പം ഗൂഗിൾ ക്രോളർ എന്റെ വെബ്സൈറ്റിൽ കയറി പരതുവാണെങ്കിൽ ക്രോളറിന് മനസ്സിലാവും ഈ കാണുന്നതാണ് എന്റെ ടൈറ്റിൽ ടാഗ് എന്ന് മനസ്സിലാവും. ബിക്കോസ് അത് ടൈറ്റിൽ ടാഗിൽ കൊടുക്കണം. അപ്പൊ ടൈറ്റിൽ ടാഗ് എന്താണെന്ന് അവർക്ക്, ക്രോളറിന് അല്ലെങ്കിൽ ആ ബോട്ടിന് അല്ലെങ്കിൽ ആ സ്പൈഡറിന് അല്ലെങ്കിൽ അൽഗോരിതത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ആരെങ്കിലും കയറി സെർച്ച് ചെയ്യാണ് എന്താ? വെഡിങ് ഫോട്ടോഗ്രാഫി ബൈ ജോൺ ഹ്യൂഗൽ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ടൈറ്റിൽ ആയിരിക്കും അവിടെ പോയി കാണിക്കുക. സോ അങ്ങനെയാണ് ടൈറ്റിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതുമല്ല ഇത് നോക്കി, ഇപ്പൊ വിക്സ് അതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ ടൈറ്റിൽ ടാഗ് നമുക്ക് വേറെ പ്ലഗിൻ വഴിയും അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്സ് തന്നെ അല്ലെങ്കിൽ ആ ഹെഡ്ലൈൻ തന്നെ എന്തായി മാറും? മേ ബി ടൈറ്റിലായി മാറും. ഒരു HTML ഇതിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി പേജ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം? അതായത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കേട്ടോ. എന്താണ് ആക്ച്വലി മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോസ് അപ്പ് ഇൻ ഗൂഗിൾ സെർച്ച് റിസൾട്ട് അല്ലേ? ലോങ്ങർ ദാൻ ടൈറ്റിൽ, ടൈറ്റിലും കൂടുതലായിരിക്കണം മാൻഡേറ്ററി ആയിട്ടും. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മസ്റ്റ് ഇൻക്ലൂഡ് സെയിം ഓർ സിമിലർ കീവേഡ്സ്. ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം കീവേഡ്സ് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്? നേരത്തെ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്ത പോലെ ഇവിടെ ഓപ്പൺ ചെയ്യണം. എന്ത്? മെറ്റാ നെയിം ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അതിനിവിടെ ക്ലോസും ചെയ്യണം. ദെൻ കംസ് മെറ്റാ നെയിം എന്താണ്? ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ്. ഇത്രയും
എന്താണ് യൂണിഫോം ആണ്, എല്ലാവർക്കും സെയിം ആ. ഈ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ കൊടുക്കുന്നതാണ് എന്താ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. സോ ഈ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ഗൂഗിൾ ക്രോളറിന് മനസ്സിലാവുകയാണ് ഇതാണ് ഇതിന്റെ മെറ്റാ നെയിം. ഓക്കെ, ദെൻ അപ്പൊ നോക്കിയപ്പോ ഒരാൾ സെർച്ച് ചെയ്യണം, ഒരാൾ സെർച്ച് ചെയ്തു എന്തോ വെഡിങ് ഇൻഫർമേഷൻ എന്തെങ്കിലും പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പൊ നോക്കിക്കേ അവർ കൊടുത്തിട്ടുള്ള ടൈറ്റിലാണ് ഇതാ ഇവിടെ വന്നിട്ടുള്ളത്, ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നത്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അവർ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻസ്, അതായത് ഞാനിപ്പോ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു അഡിഡാസ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സെർച്ച് ചെയ്ത കീവേഡ് ഉണ്ടെങ്കിൽ അതിനെ ഗൂഗിൾ എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അഡിഡാസ് എന്നാണ് സെർച്ച് ചെയ്തത്, ഈ ഡിസ്ക്രിപ്ഷനിൽ എവിടെയൊക്കെയാണോ ഞാൻ സെർച്ച് ചെയ്ത കീവേഡ്സ് ഉള്ളത് അതിനെ ഗൂഗിൾ എന്ത് ചെയ്യും, ബോൾഡ് ആക്കി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇതുപോലെ. സോ ക്രോളറിന് അറിയാം എന്താ നിങ്ങൾ സെർച്ച് ചെയ്ത കീവേഡ് ഡിസ്ക്രിപ്ഷനിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് വരെ ആർക്കറിയാം, ക്രോളറിന് അറിയാം. നോക്കിയേ 0.81 സെക്കൻഡ്സിലാണ് എനിക്ക് എന്ത് ഈ ഒരു കീവേഡ് വന്നിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രോളർ എനിക്ക് എന്ത് ചെയ്തത് ഇവിടെ ഫെച്ച് ചെയ്ത് തന്നത്. സോ അത്രയും ഫാസ്റ്റ് ആണ് ഒരു ക്രോളറിന്റെ പെർഫോമൻസ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് SEO എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ മെറ്റാ ഡിസ്ക്രിപ്ഷനും ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി മെറ്റാ കീവേഡിൽ ശ്രദ്ധിക്കേണ്ട, നോ ലോങ്ങർ യൂസ്ഡ് ബൈ മേജർ സെർച്ച് എഞ്ചിൻ. ഇൻ ദ പാസ്റ്റ് യു കുഡ് സ്റ്റഫ് കീവേഡ്സ് വിച്ച് വുഡ് ഇൻഫ്ലുവൻസ് സെർച്ച് എഞ്ചിൻസ്. ദേ ഗോട്ട് സ്മാർട്ടർ and now use content and title things that are always visible to the client. ഇപ്പൊ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാ കീവേഡ്സും കൊടുക്കാം. പക്ഷെ നോ ലോങ്ങർ യൂസ്ഡ് ബൈ മേജർ സെർച്ച് ഇൻഡെക്സിംഗ് പ്രോഗ്രാംസ്. അത് വലിയ രീതിയിൽ അങ്ങനെ എഫക്റ്റീവ് ആവാറില്ല, പക്ഷെ ചെയ്താൽ നല്ലതായിരിക്കും. എന്താണ് മെറ്റാ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാ നെയിം ഇസ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയിൽ കീവേഡ് എന്നാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്തായി മാറും, കീവേഡുകളായിട്ട് മാറും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ വരില്ല. ഡിസ്ക്രിപ്ഷനിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെറ്റാ നെയിം ഇസ് ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുക്കണം. ഇതാ മോളിൽ കൊടുത്തിട്ടുള്ള പോലെ ഡിസ്ക്രിപ്ഷൻ, ഇതാ കണ്ടോ, ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരത്തുള്ളൂ. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഡിസ്ക്രിപ്ഷൻ ഒന്നും വരില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ്, ജസ്റ്റ് ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ മെറ്റാ നെയിമും മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഈ കീവേഡ് റിലേറ്റഡ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്യില്ല, കൂടുതൽ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സിംഗിലേക്ക് പോകത്തില്ല എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, സോ അതിനാണ് മെറ്റാ നെയിം അല്ലെങ്കിൽ മെറ്റാ കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ കീവേഡ് ആണ് പഠിച്ചേ. ഇത് ജസ്റ്റ് അതിന്റെ അനലിറ്റിക്സ് ആണ്. റൈറ്റ് നൗ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് അല്ല. ക്ലിയർ ആൻഡ് എഫക്റ്റീവ് ഇന്റേണൽ ലിങ്ക്. സോ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കീവേഡ് കഴിഞ്ഞ് ടൈറ്റിൽ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷനും കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്താണ്, കണ്ടന്റ് ആണെന്നാ പഠിച്ചത് അല്ലെ. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ ടാഗിലും മെറ്റാ ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത എൻറ്റയർ കീവേഡ്സ് എവിടെ വരണം, ഈ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്സിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, ബൗൺസ് ആയി പോകും. സോ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത എല്ലാ കീവേഡ്സും കണ്ടന്റിൽ വരണം, അത് മാൻഡേറ്ററി ആണ്. ഇനി നോക്കി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 3 കാര്യങ്ങൾ പഠിച്ചേ, ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കണ്ടന്റ്. മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ കൂടെ മെറ്റാ കീവേഡ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇന്റേണൽ ലിങ്ക്. നമ്മൾ ഇന്നലെ ലിങ്ക് ജ്യൂസ് പഠിച്ചു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്ക് പഠിച്ചു. എന്തായിരുന്നു എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് പേജ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് എക്സ്റ്റേണൽ. അത് എന്റെ വെബ്സൈറ്റുമായിട്ട് ബന്ധമില്ല, മറ്റ് വെബ്സൈറ്റുകൾ എന്നിലേക്ക് റീഡയറക്ട് ചെയ്യുന്ന എന്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുവാണെങ്കിൽ അത് എന്താണ്, എക്സ്റ്റേണൽ ലിങ്ക് ആണ് അല്ലെ. ഇനി ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കി, keywords in your anchor text, brand name links, vary link keywords slightly, get rid of click text. അതായത് ഇതൊക്കെ ഉണ്ടോ, സോഴ്സസ്, ഇങ്ങനെയൊക്കെ ഇന്റേണൽ എന്റെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ലിങ്കുകളാണ് എന്ത്, ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കംസ്, ഇതൊരു അനലിറ്റിക്, ഗൂഗിൾ സെർച്ച് കൺസോൾ പോലുള്ള വേറൊരു തേർഡ് പാർട്ടി അനലൈസർ ആണ്, അനലിറ്റിക്സ് ആണ് എന്ത്, വെബ്സൈറ്റിന് ഇത് ചെയ്യാനുള്ളത്. കീപ് യുവർ കണ്ടന്റ് ഫ്രഷ്. ഇനി കണ്ടന്റിലേക്ക് വരാണ്. കണ്ടന്റ് എപ്പോഴും എന്തായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം.
Share information, expertise. Content should be useful for years, not trendy. Videos are great ways for people to share. ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പണ്ടത്തെയാണത്. അതാണോ നമുക്ക് വേറെ ഇന്റർഫേസ്. ബ്ലോഗ്സ് ആൻഡ് കണ്ടന്റ് ടൂൾ. Use WordPress. It's very SEO friendly. Stay current on version updates. Update your blog weekly. You can write a bunch and schedule. Use keywords, categories in blogs. Alt text on images. Social ties. ബ്ലാക്ക് ഹാറ്റ് SEO. ഇതൊക്കെ നമുക്ക് അടുത്ത ബ്ലാക്ക് ഹാറ്റിൽ പഠിക്കാം എന്താണ് ആക്ച്വലി ബ്ലാക്ക് ഹാറ്റ് എന്നിട്ടോ. ഈ PDF മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ വേറൊരു PDF ഓപ്പൺ ചെയ്യാം. വെയിറ്റ്. ഓൾട്ട് ടെക്സ്റ്റ് എങ്ങനെയാ കൊടുക്കണത്? ഞാൻ പ്രാക്ടിക്കലി ഞാൻ HTML ഒരു വെബ്സൈറ്റിൽ നമുക്കിത് SEO ചെയ്ത് ആ ടൈറ്റിൽ ടാഗ് മെറ്റാ ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യുമ്പോൾ ഓൾട്ട് ടെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ് ആൻഡ് വൈറ്റ് ഹാറ്റ് ജസ്റ്റ് ഒന്ന് അതിന്റെ മെയിൻ ടൂൾസുകൾ ഒന്ന് ജസ്റ്റ് പഠിച്ചു പോവാം. ഓക്കെ, ഇവിടെയൊക്കെ പറഞ്ഞ ടൈറ്റിൽ വൈറ്റ് ഹാറ്റ് നോക്കി. വൈറ്റ്, ദ ടേം വൈറ്റ് ഹാറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് കംസ് ഫ്രം ഓൾ ബ്ലാക്ക്. വായിച്ചു നോക്കുക, വലിയ ഇമ്പോർട്ടന്റ് അല്ല. ബ്ലാക്ക് ഹാറ്റ് SEO. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് ഹാറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ബേസിക്കലി പഠിച്ചു. എന്തൊക്കെയാണ്? ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ കീവേഡ്, ഇന്റേണൽ ലിങ്ക്സ് ആൻഡ് കണ്ടന്റ്, ഓൾട്ട് ടെക്സ്റ്റ് അല്ലെ. മെയിൻ ആയിട്ട് 6 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എന്തൊക്കെയാണ് വൈറ്റ് ഹാറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുക? ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ കീവേഡ്, കണ്ടന്റ്, ഇന്റേണൽ ലിങ്ക്സ് ആൻഡ് ഓൾട്ട് ടെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ആ ഇന്റേണൽ ലിങ്ക്സിന്റെ അവിടെ URL സ്ട്രക്ചറിങ് ഞാൻ അധികം URL പറ്റി പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ടൈമിൽ വിക്സ് ആണെങ്കിലും വേർഡ്പ്രസ് ആണെങ്കിലും ഇനി HTML ആയിക്കോട്ടെ, URLs എന്താണ് ഓൾറെഡി സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. കാരണം ഇപ്പോൾ ഹോം പേജിലാണെങ്കിൽ ഹോം www.companyname.com, ഇനി അബൌട്ട് പേജിലാണെങ്കിലോ www.companyname.com/about, ഇനി അബൌട്ടിൽ തന്നെ വേറൊരു പേജിലാണെങ്കിലോ about/that page, വീണ്ടും അടുത്ത പേജ് സബ് പേജ് ആണെങ്കിൽ സ്ലാഷ്. അപ്പൊ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് തരുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഞാൻ ഈ ഇത്രയും പോർഷൻ ഞാൻ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അറിയാം എന്താണ് ബ്ലാക്ക് ഹാറ്റ് എന്നല്ലേ. സെർച്ച് എഞ്ചിൻ പോളിസീസുമായിട്ട് ഇൻലൈൻ അല്ല, അതിനെ ഒപ്പോസ് ചെയ്ത് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലാക്ക് ഹാറ്റ് SEO ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ടൂൾ ബ്ലാക്ക് ഹാറ്റ് SEO? ഹിഡൻ ടെക്സ്റ്റ് ഓൺ പേജസ്. ഒന്ന് നോക്കിക്കേ, ഹിഡൻ ടെക്സ്റ്റ് ഓൺ പേജസ്. ഈ ഗൂഗിൾ ക്രോളറിന് നമ്മൾ കണ്ണില്ലാത്തതുകൊണ്ട് ക്രോളറിനൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ക്രോളറിന് വായിച്ച് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. സോ ഇതെന്റെ വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കട്ടോ. ഈ വെബ്സൈറ്റിൽ അഡിഡാസ് എക്സ് മാരിമെക്കോ അല്ലെ, മാരിമെക്കോ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്, മാരിമെക്കോ. അപ്പൊ ഗൂഗിൾ ക്രോളറിന് എന്തായാലും എന്ത് ചെയ്യാം? അഡിഡാസ് എക്സ് മാരിമെക്കോ ഇത് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഡാറ്റാബേസിൽ. അപ്പൊ ആരെങ്കിലും ഒരാൾ അഡിഡാസ് എക്സ് മാരിമെക്കോ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ മേ ബി ഈ സൈറ്റ് കാണിക്കുകയും ചെയ്യും, ഇതിലേക്ക് കൊണ്ടുപോയി റീഡയറക്ട് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ? ഇവിടെ അഡിഡാസ് മാരിമെക്സോ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി നോക്കിക്കേ, ഞാൻ തൊട്ട് താഴെ ഇവിടെ വേറൊരു ടെക്സ്റ്റും കൂടി കൊടുക്കുകയാണ് ഇതിന്റെ തൊട്ട് താഴെ. പക്ഷെ ഞാൻ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്, ആരെയും കാണിക്കുന്നില്ല, കമന്റ് ചെയ്തിട്ടേക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ഇമേജ് അതിന്റെ മുകളിൽ കൊണ്ട് മറച്ചു വെച്ചേക്കുകയാണ്, ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ ഗൂഗിൾ ക്രോളറിന് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്ന്
മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ക്രോളർ എങ്ങനെ തെറ്റിദ്ധരിക്കും? ഇത് ആക്ച്വലി ഈ വെബ്സൈറ്റിലുള്ള ഒരു കണ്ടന്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഹൈഡ് ചെയ്ത് വെച്ച ടെക്സ്റ്റിനെ ഗൂഗിൾ ക്രോളർ എടുത്ത് കൊടുക്കുകയും അയാൾ ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ അയാൾക്ക് നിർഭാഗ്യവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ ഉദ്ദേശിച്ച സാധനം കാണാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈഡഡ്. അയാളിലേക്ക് വേറെ കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ മനസ്സിലായില്ലേ ബ്ലാക്ക് ഹാറ്റിന്റെ ഒരു ബേസിക് ഐഡിയ? ഹിഡൻ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ക്രോളറിനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും, ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും. ആ മിസ്ലീഡ് ചെയ്ത് വന്ന ആളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വേറെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സോ അതൊരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് എന്ത്, ഹിഡൻ ടെക്സ്റ്റ്. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞു ഈ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ബേസിക് ഐഡിയ നമുക്ക് പഠിക്കാൻ പറ്റും. ബാക്കി നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഹിഡൻ ടെക്സ്റ്റ് ഓൺ പേജസ് പോലത്തെ നമുക്ക് ആലോചിച്ച് വേറെ എന്ത് ചെയ്യാം, വേറൊരു SEO ടെക്നിക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ ചെയ്താലും ചിലപ്പം SEO ആൾക്കാരിലേക്ക് മാർക്കറ്റ് ആവും. പക്ഷെ ആലോചിക്കണം, അത് ബ്ലാക്ക് ഹാറ്റ് ആണോ വൈറ്റ് ഹാറ്റ് ആണോ? ക്ലോക്കിംഗ് ആൻഡ് റീഡയറക്ട്സ്. എന്താണ് ക്ലോക്കിംഗ് ആൻഡ് റീഡയറക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചേ. ഇഫ് യുവർ വെബ്സൈറ്റ് redirects visitors to a different version of the site from the one that Google sees, then you can optimize the Google version of the site for specific keyword while making the non-Google version of the site shows different content. Sometimes the different content is displayed on the same page. This method is called clocking. Sometimes you might want to use redirects based on IP address, example, to deliver local content. In this instance, it is better to present a link to that page, or better still optimize a different web page for the local content. അതായത് നമ്മൾ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വേറെ വെബ് പേജ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് റീഡയറക്ട് ചെയ്ത് വിടുകയാണ് ആൾക്കാരെ. അതായത് ഒരാള് SEOയിൽ കാണുന്നത് എന്താണ്, ആക്ച്വലി എന്റെ വെബ് പേജിലുള്ള കണ്ടന്റ് തന്നെയാണ്, പക്ഷെ അവൻ കാണുന്ന സാധനം എന്താണ്, എന്റെ വെബ് പേജിന്റെ വേറൊരു ഇതിലേക്ക് റീഡയറക്ട് ചെയ്ത് വിടുകയാണ്. അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല പോകുന്നത്. അവൻ എന്താണ്, നോൺ ഗൂഗിൾ വേർഷൻ ഓഫ് ദ സൈറ്റ് ഷോസ് ഡിഫറെന്റ് കണ്ടന്റ്. കണ്ടോ, നോൺ ഗൂഗിൾ വേർഷൻ ഓഫ് ദ സൈറ്റ് എന്താ ചെയ്യുന്നത്, വേറൊരു കണ്ടന്റിനെയാണ് അവനിലേക്ക് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് വിടുന്നത്. അതായത് അവനെ വേറൊരു ഇതിലേക്ക് റീഡയറക്ട് ചെയ്ത് വിടുകയാണ്. സിമ്പിൾ അല്ല. ടൈറ്റിൽ ടാഗിലും മെറ്റാ ഡിസ്ക്രിപ്ഷനിലും അവൻ സെർച്ച് ചെയ്ത കീവേഡ് കാണിച്ചു കൊടുക്കുക. പക്ഷെ അവനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് വിടുകയാണ്. അതും ആക്ച്വലി എന്താണ്, ഇറ്റ്സ് വെരി ബാഡ്, ബ്ലാക്ക് ഹാറ്റ് ആണ്. പിന്നെ ഇത് ഇല്ലീഗലാന്ന് വിചാരിച്ച് ആർക്കും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. നിയമപരമായിട്ട് ഇത് എന്തല്ല, ഇന്ത്യയിൽ ഇല്ലീഗലൊന്നും അല്ല. ഇത് സെർച്ച് എഞ്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്ത്, അവരുടെ പോളിസീനെയാണ് വയലേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഗവൺമെന്റ് പ്രോട്ടോകോളിന് ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. ആർക്കും ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലാക്ക് ഹാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിനെ ബാൻ ചെയ്യും എന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം, ബ്ലാക്ക് ഹാറ്റ് ചെയ്യാം, നമ്മുടെ കമ്പനിനെയും പ്രൊഡക്റ്റിനെയും മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കീവേഡ് സ്റ്റഫിംഗ്. എന്താണ് ആക്ച്വലി കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റിംഗ് ദ സെയിം കീവേഡ് ടു മെനി ടൈം ഇൻ യുവർ കണ്ടന്റ്, ഇൻ ടൈറ്റിൽ ടാഗ്, ഇൻ ലിങ്ക് ടാഗ്, ഓൾട്ട് ടാഗ്, എവ്രിവെയർ. ഇത്രേ ഉള്ളൂ. അതായത് ലിങ്കിലും ഓൾട്ട് ടാഗിലും ടൈറ്റിൽ ടാഗിലും മെറ്റാ ടാഗിലും എന്താണ്, കീവേഡിനെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ക്രോളർ കയറി നോക്കുമ്പോൾ ഈ സൈറ്റിൽ ഇത്രയും കീവേഡ് ഉണ്ട്, സോ ഈ കുറെ ഉണ്ട് കീവേഡ് ഉണ്ട്. അപ്പൊ ക്രോളറിന് അങ്ങനെ ചിന്തിക്കാനുള്ള IQ ലെവൽ ഇല്ല. ബിക്കോസ് അതൊരു അൽഗോരിതമാണ്, ബോട്ടാണ് അല്ലേ. അപ്പം ഒരാൾ ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്റെ വെബ്സൈറ്റിനെ കാണിച്ചു കൊടുക്കും. കാരണം എന്താ, എന്റെ വെബ്സൈറ്റിൽ അയാൾ സെർച്ച് ചെയ്ത കീവേഡ് മാത്രമേ ഉള്ളൂ. സോ ക്രോളർ അങ്ങ് മിസ്ലീഡ് ചെയ്യാണ്, ക്രോളറെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്റെ വെബ്സൈറ്റിൽ ഇത്രയും കീവേഡ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്, സോ ഇതാണ് യഥാർത്ഥമായ വെബ്സൈറ്റ് എന്ന്. സോ അതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റഫിംഗ് അഥവാ കീവേഡ് സ്റ്റഫിംഗ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു അവോയ്ഡ് ഇഫ് യു ആർ റൈറ്റിംഗ് കണ്ടന്റ് ഇൻ നോർമൽ എവറിഡേ ലാംഗ്വേജ്. ബട്ട് ഇഫ് യുവർ കീവേഡ് സ്റ്റഫ്ഡ് ടെക്സ്റ്റ് ആൻഡ് കീവേഡ്സ് ആർ റിയലി സ്റ്റഫ്ഡ് with lots of keywords, then the keyword here is don't stuffy your keywords. Stuff your keywords. See what I mean. Reading spammy stuffed content is difficult to understand and is difficult to do accidentally. അതാണ് keyword stuffing എന്ന് പറയുന്നത്. അടുത്തത് ഡോർവേ പേജസ്. എന്താണ് ഡോർവേ പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജ് ഒക്കെ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണല്ലേ. ലാൻഡിംഗ് പേജ് അല്ല ഡോർവേ പേജ്. എ ലാൻഡിംഗ് പേജ് ഈസ് പേജ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ബി എ ഡെസ്റ്റിനേഷൻ ഫോർ മാർക്കറ്റിംഗ് മെസ്സേജസ്. അതാണ് ലാൻഡിംഗ് പേജ്, നമുക്ക് എല്ലാവർക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ഇമെയിൽ കണ്ടെയ്നിങ് ലിങ്ക്
to a special offer might go to a special landing page which has call to actions and more informations. A doorway page is simply there to funnel traffic through to another page via high Google ranking. This type of page would be focused on specific keyword. Example, okay, shiny kids bike for 6-year-old, and then the black hat person would create more doorway page. Example, shiny children's bike for 7-year-old. With each focused doorway page, you could potentially funnel a lot of traffic. Often doorway page would be keyword stuffed and potentially contain hidden content, spammy backlinks, and custom JavaScript redirection to the main website, which would not redirect search engine spiders, just normal web visitors. എന്താ മനസ്സിലായത് അതിൽ നിന്ന്? ഡോർവേ പേജ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഒരു ലാൻഡിംഗ് പേജ് അല്ല, നോർമലി ഒരു ലാൻഡിംഗ് പേജ് അല്ല. ഫോർ എക്സാമ്പിൾ നോക്കി, യഥാർത്ഥത്തിൽ അവിടെ എന്താണ്, ഷൈനി ബൈക്ക് കിഡ്സ് ബൈക്ക് ഫോർ 6-year-old എന്നതാണ് ഒരു പേജിന്റെ മെറ്റാ ടാഗും ടൈറ്റിൽ ടാഗ് ഒക്കെ. ഈ ബ്ലാക്ക് ഹാറ്റ് പേഴ്സൺ എന്താ ചെയ്യുന്നത്, വേറെ ഡോർവേ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വേറെ എന്താണ് കീവേഡ്സിന് അതിന് സിമിലർ ആയിട്ടുള്ള വേറെ തരം കീവേഡ്സിന് എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഷൈനിങ് കിഡ്സ് ബൈക്ക് ഫോർ 6-year-old ആണെങ്കിൽ പിന്നെ എന്തായി, ഷൈനി ചിൽഡ്രൻസ് ബൈക്ക് ഫോർ 7-year-old. വിത്ത് ഈച്ച് ഫോക്കസ്ഡ് ഡോർവേ പേജ്. ഓരോ ഇതുപോലത്തെ ടൈറ്റിൽ ടാഗിന് ഫോക്കസ്ഡ് ഡോർവേ പേജസ് ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ക്രോളർ എന്ത് ചെയ്യും, ഈ എല്ലാ പേജിനെയും കയറിയിട്ട് അങ്ങ് ക്രോൾ ചെയ്യും. അവൻ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ എന്റെ കമ്പനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഡോർവേ പേജ് കുറെ പേജ് അങ്ങ് ക്രിയേറ്റ് ചെയ്തിടുക. എന്താണ്, എന്റെ യഥാർത്ഥ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനല്ല, ആൾക്കാരെ കൊണ്ട് വേറെ കീവേഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം വേറെ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്റെ മറ്റേ പേജ് ഗൂഗിളിൽ കൊണ്ട് കാണിച്ചു കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അവൻ കയറുമ്പോൾ കാണുന്നത് ആരുടെ പേജാ, എന്റെ പേജ്, എന്റെ പ്രൊഡക്റ്റ്. അവൻ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല. അതിനാണ് എന്ത് പറയുന്നത്, ഡോർവേ പേജ് എന്ന് പറയുന്നത്. എന്റെ വെബ്സൈറ്റിൽ ഞാനുമായിട്ട് ബന്ധമില്ലാത്ത പ്രൊഡക്റ്റുകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ടൈറ്റിലിനെയും മെറ്റാടാഗിനെയും കൊടുക്കും. പക്ഷെ അതിൽ കൊടുത്തേക്കുന്ന പ്രൊഡക്റ്റ് എന്റെ പ്രൊഡക്റ്റും ആയിരിക്കും. ടൈറ്റിലും മെറ്റാടാഗും ഇതായതുകൊണ്ട് തന്നെ ഒരാൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എന്റെ ആ ഡോർവേ പേജ് സെർച്ച് എഞ്ചിനിൽ കാണിക്കും. പക്ഷെ അവൻ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കാണുന്നതോ ആ ടൈറ്റിലും മെറ്റാടാഗിലുള്ള കണ്ടന്റ് ആണോ, അല്ല, എന്റെ കണ്ടന്റ് ആണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കീവേഡ് ഹിഡൻ ടെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, പേജ് കൂടുതൽ ഇട്ടിട്ട് അതിനെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുകയാണ് ഡോർവേ പേജ് എന്ന് പറയുന്നത്. കണ്ടന്റ് സ്വാപ്പിംഗ് അവിടെ ആക്ച്വലി മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, ദിസ് ഒക്കേഴ്സ് വെൻ എ പേജ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ എ സർട്ടൺ കീവേഡ്. Example, men's health, and then after it is indexed for this phrase, the content is changed to something else. Example, Viagra pills. Often redirections or hidden text are used so the search engine still think the page is about men's health. Google spiders are very clever though. They check your site using different user agents. Some of them simulate real web browser. So if your content looks different to different spiders, then you are going to get found out and banned. അതായത് കണ്ടന്റിനെ സ്വാപ്പ് ചെയ്യുക. ഒരു ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് നമ്മുടെ മെൻസ് ഹെൽത്ത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്, പക്ഷെ വന്ന് ലീഡ് ചെയ്യുന്നിട്ട് വയാഗ് അങ്ങനെ വേറെ രീതിയിലുള്ള ഹിഡൻ മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്വാപ്പ് ചെയ്തിട്ട് ചെയ്യുക. അതും എന്ത് സംഭവിക്കും, പക്ഷെ യു വിൽ ബി ഫൗണ്ട് ഔട്ട്, നമ്മളെ കണ്ടുപിടിക്കുകയും നമ്മളെ ബാൻ ആവുകയും ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കണ്ടന്റ് സ്വാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ബ്ലാക്ക് ഹാറ്റ് SEO വെച്ചിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. Parasite content. If a hacker can place a web page on a trusted domain, then any link from this page will have higher value. The page itself will also benefit from higher ranking. Generally, if the parasite page is on a different subject to the main site, this will flag warnings in Google system. A couple of years ago, there was a lot of link injection attacks after an exploit on WordPress was found. The spammer managed to place links into the victim site's database, which made the parasite links appear on existing web pages and existing content. These attacks affected many thousands of WordPress websites before it was patched. Parasite content is completely based on hacking content. കണ്ടന്റുകളാണ്, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കില്ല. എത്തിക്കൽ ഹാക്കിങ്ങും സ്പാമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ബ്ലാക്ക് ഹാറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം പോരാ. പാരസൈറ്റ് കണ്ടന്റ്, അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ റീഡയറക്ട് ചെയ്തു പോകും. ഇയാൾ ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ കയറുന്നത്, അല്ല ഡൗൺലോഡ് ബട്ടൺ പോലെയൊക്കെ കാണും, പക്ഷെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവും ഒരിക്കലും ഇല്ല. വേറൊരു വെബ്സൈറ്റ് തെളിഞ്ഞ വേറൊരു പേജിലേക്കൊക്കെ പോകും.
അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് പാരസൈറ്റ് കണ്ടന്റ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പം വിക്സിൽ എന്താ, ഞാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വെക്കാം. പക്ഷെ അതിൽ എന്റെ വെബ്സൈറ്റിലാണ് ഞാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ച്, പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യാനൊന്നും കൊടുക്കില്ല. അതിന് പകരം ഞാൻ ഗണേഷിന്റെ വെബ്സൈറ്റിലേക്ക് അതിനെ റീഡയറക്ട് ചെയ്ത് വിടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്റെ വെബ്സൈറ്റിലും എനിക്ക് ട്രാഫിക് കിട്ടി, അതിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ഗണേഷിന്റെ വെബ്സൈറ്റിലേക്കും ട്രാഫിക് കിട്ടി. സോ അതൊരു പാരസൈറ്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. അത് ഉചിതമാണോ? പറ്റത്തില്ല. കാരണം എന്താ, അത് ബ്ലാക്ക് ഹാറ്റ് ആണ്. അടുത്തത് ഗൂഗിൾ ബോംബിംഗ്. എന്താണ് ഗൂഗിൾ ബോംബിംഗ്? ദിസ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് സോഫ്റ്റ്വെയർസ് ടു ഓട്ടോമേറ്റ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റ് ലിങ്ക്സ് ഓൺ അതർ വെബ്സൈറ്റ്സ്. ഇറ്റ്സ് റിയലി easy to create automated backlinks on blogs and other types of user generated content sites. If you create millions of backlinks in a few days, this would help ranking very briefly but damage your website greatly. This tactics can also be used for negative SEO, which is covered in. അതായത് ഗൂഗിൾ ബോംബിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്, ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാഫിക് കൂട്ടുന്നതിനാണ് എന്ത് പറയുന്നത്, ഗൂഗിൾ ബോംബിംഗ്. ഇന്നത്തെ കാലത്ത് അത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ എപ്പോൾ ബാൻ ആക്കിയെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ എക്സാമ്പിൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഓട്ടോ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലേ. അപ്പൊ ട്രാഫിക് കൂടുതലല്ലേ അവർ വിചാരിക്കുമ്പോൾ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻസ്റ്റാഗ്രാമിന്റെ ഓട്ടോ ഫോളോവേഴ്സ് യൂസ് ചെയ്ത് ഞാൻ കുറെ ഫോളോവേഴ്സിനെ ഏൺ ചെയ്യും, എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്താവാണ്, അനങ്ങുകയാണ്, ഭയങ്കര ട്രാഫിക് ആവുക. ആ ട്രാഫിക് കൂടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന് തന്നെ മനസ്സിലാവും എന്ത്, സി യുവർ അക്കൗണ്ട് ഈസ് ഗെറ്റിംഗ് ഹൈ ട്രാഫിക്ഡ്, സോ കീപ്പ് ആൻ ഐ ഓൺ ഇറ്റ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ ബാൻ ചെയ്ത് കളയും എന്ന് തന്നെ പറയും. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഗൂഗിൾ ബോംബിംഗ് എന്ന് പറയുന്നത്. പെയ്ഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഫണ്ട് മുടക്കിയിട്ട് നമ്മൾ എന്താണ് ഒരു സാധനത്തിനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് പെയ്ഡ്. ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പറ്റും, ഈ എന്താ പറയാ, ഈ ഐഫോൺ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഈ സെല്ലർ സെൻട്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ അയാൾ ക്ലിക്ക് ചെയ്ത ഉള്ളിലേക്ക് പോകുമ്പോൾ വേറെ തെറ്റായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്, കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് ഗൂഗിൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മാറ്റി വെക്കും, ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു തരം ബ്ലാക്ക് ഹാറ്റ് ആണ്. ലിങ്ക് ഫാമിംഗ്. എന്താണ് ലിങ്ക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, put lots of backlinks on lots of link farms and spammy link directories and you will be punished, you have been warned. മനസ്സിലായോ? പുട്ട് ലോട്ട്സ് ഓഫ് ബാക്ക്ലിങ്സ് ഓൺ ലോട്ട്സ് ഓഫ് ലിങ്ക് ഫാംസ്. അതായത് എന്താ പറയുക, ഇപ്പൊ എന്റെ വെബ്സൈറ്റിൽ എന്താണ്, ഞാൻ ഭയങ്കര ഹിറ്റായിട്ട്, എന്റെ വെബ്സൈറ്റ് അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അപ്പൊ എന്റെ കുറെ ഗണേഷ് അങ്ങനെയുള്ള ആൾക്കാരെ വേറെ ബിസിനസ് എന്റിറ്റീസ്, നിങ്ങളിപ്പോ ഇതിലിപ്പോ എത്ര പേരുണ്ട്, 8 പേര്. ഈ 8 പേരും എന്താണ്, അവരുടെ എല്ലാവരുടെയും ലിങ്ക് ഞാൻ എന്ത് ചെയ്യണം, ഹൈ ട്രാഫിക് ഉള്ള എന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താണ്, ലിങ്ക് റീഡയറക്ട്സ് കിട്ടാൻ വേണ്ടി അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ ഓട്ടോമാറ്റിക്കലി എന്താ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ട്രാഫിക് കിട്ടും, വിച്ച് ഈസ് കോൾഡ് ലിങ്ക് ഫാമിംഗ്. അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റത്തില്ല. മാപ്പ് സ്പാമിംഗ് എന്ന് പറയുമ്പോൾ പ്രിറ്റൻഡിങ് ടു ഹാവ് ഓഫീസസ് ലോക്കൽ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഗൂഗിൾ മാപ്പ് ഒക്കെ ചുമ്മാ ഇംപ്ലിമെന്റ് HRF ഇട്ടും ഐഫ്രെയിം ഇട്ടും വേർഡ് പ്രസിലും വെക്കാൻ വളരെ സിമ്പിൾ ആണ്, ലോക്കൽ പ്രസൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ബ്ലാക്ക് ഹാറ്റ്. ഡൊമൈൻ ഗ്രാബിംഗ് നോക്കി, ഡൊമൈൻ ഗ്രാബിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ബൈയിങ് അപ്പ് എക്സ്പെർട്ട് ഡൊമൈൻ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദിയർ ബാക്ക്ലിങ്സ്. വലിയ ഡൊമൈൻ, ആ ഡൊമൈൻ എക്സ്പേർട്ട് ആയി കിടക്കുകയാണ്, ആ ഡൊമൈനിൽ കുറെ ബാക്ക് ലിങ്കുകൾ ഓൾറെഡി ഉണ്ടാവും അല്ലെ. എന്നാലും ചോദിക്കി, ഓൾറെഡി 5 വർഷമായിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനീനെ വേറെ കുറെ വെബ്സൈറ്റിൽ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്ത് ബാക്ക് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവരുടെ ഡൊമൈൻ എക്സ്പേർട്ട് ആയി അവർ കമ്പനി നിർത്തിപ്പോയി എന്തെങ്കിലും ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം, ആ എക്സ്പേർട്ട് ആയ ഡൊമൈനെ ഞാൻ പർച്ചേസ് ചെയ്യണം. വൈ? ബിക്കോസ് ഓൾറെഡി ഈ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വേറെ കുറെ വെബ്സൈറ്റ്സും ബാക്ക് ലിങ്ക്സും ഉണ്ട്. സോ ട്രാഫിക് കൂടാം. പക്ഷെ എന്താണ്, അപ്പോൾ ഒന്ന് ആലോചിക്കണം, പുതിയ ഡൊമൈൻ മേടിക്കുന്നത് ഞാനാണ്, ബിസിനസ് ഈസ് വെരി ഡിഫറെന്റ്. അപ്പൊ എന്ത് സംഭവിക്കും, ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യും. ആർട്ടിക്കിൾ സ്പിന്നിങ് സെയിം ആസ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്. ഓപ്റ്റിമൈസ്ഡ് ആങ്കർ സോഷ്യൽ മീഡിയ സ്പാമിങ്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെ സോഷ്യൽ മീഡിയ. ഇത്രയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയാൻ പറ്റത്തില്ല. ബ്ലാക്ക് ഹാറ്റ് SEO ഇതിലും കൂടുതൽ ഇഷ്ടം പോലെ ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഇതിൽ പരാമർശിക്കാത്ത ഒരു കാര്യം പറയട്ടെ, ഇതിൽ പറഞ്ഞിട്ടില്ല, അതാണ് ഓൾട്ട് ടെക്സ്റ്റിനെ സ്പാം ചെയ്യുക. അഡിഡാസ് ഷൂസിന്റെ ഓൾട്ട് ടെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, നൈക്കി ആക്കി വെക്കുക. അതും എന്താണ്, ബ്ലാക്ക് ഹാറ്റ് അല്ലേ? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച് ഏകദേശം 10,000-ഓളം ബ്ലാക്ക് ഹാറ്റ് SEO ടൂളുകൾ കാണുമായിരിക്കും. നമ്മളത് ചെയ്ത് ചിലപ്പം എന്റെ മൈൻഡിൽ മാത്രമായിരിക്കും ആ ഒരു ടൂൾ ഉദിക്കുക. അത് ബ്ലാക്ക് ഹാറ്റ് ആണെങ്കിൽ ചെയ്യാണ്ടിരിക്കുക, വൈറ്റ് ഹാറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി നോക്കി, ഗ്രേ ഹാറ്റ് SEO. എന്താണ് ഗ്രേ ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് ഹാറ്റും അല്ല ബ്ലാക്ക് ഹാറ്റും അല്ല, പക്ഷെ അത് ഫ്യൂച്ചറിൽ ബ്ലാക്ക് ഹാറ്റ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രേ ഹാറ്റ് SEO എന്ന്
പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം എന്താണ് ഗ്രേ ഹാറ്റ് SEO എന്ന്. അല്ല സോറി, ഗ്രേ ഹാറ്റ് SEOയുടെ ഫസ്റ്റ് വൺ SEO squatting. Buy up expert domains which are relevant to your keyword and then add some pages of content with a few well-placed backlinks to your site. Make sure that new content is good quality and not too different from what the website hosted before. Put some AdWords, അതായത് ads on the Google Ads on the new content and then do some satellite SEO on it to keep up it ട്രസ്റ്റ് റാങ്ക്. അതായത് SEO സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചില്ലേ, ഓൾറെഡി ഉള്ള ഡൊമൈൻ ഗ്രാബിംഗ് തന്നെയാണ് എന്ത് SEO സ്ക്വാട്ടിംഗ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡൊമൈൻ മേടിക്കുക. പക്ഷെ SEO സ്ക്വാട്ടിംഗിൽ അവർ നേരത്തെ ബാക്ക് ലിങ്കിന് എയിം ചെയ്തുകൊണ്ടാണ് നേരത്തെ ബ്ലാക്ക് ഹാറ്റിൽ SEO ആ ഡൊമൈൻ എക്സ്പയർ ചെയ്തത്, ഗ്രാബ് ചെയ്തത്. പക്ഷെ ഈ കേസിൽ അതല്ല. അവരെന്താ ചെയ്യുന്നത്, പ്രീവിയസ്ലി ആ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്ത അതേ വെബ്സൈറ്റിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ വെബ്സൈറ്റിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ബ്ലാക്ക് ഹാറ്റ് അല്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഒരു എക്സ്പേർട്ട് ആയ ഡൊമൈൻ ഞാൻ മേടിക്കുകയാണ്, അവരുടെ വെബ്സൈറ്റ് പോലെ തന്നെ ഉള്ള വെബ്സൈറ്റും കണ്ടന്റുമാണ് ഞാനും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ മിസ്ലീഡ് ആവുന്നുണ്ടോ? ഇല്ല, മിസ്ലീഡ് ആവുന്നില്ല. അപ്പൊ അത് ബ്ലാക്ക് ഹാറ്റ് ആണോ? അല്ല. പക്ഷെ അത് അൺഎത്തിക്കൽ അല്ലേ, അത് ചെയ്യാണ്ടിരിക്കുന്നതല്ലേ നല്ലത്. കാരണം എനിക്ക് എന്റെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? SEO സ്ക്വാട്ടിങ്, അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡൊമൈൻ മേടിച്ചിട്ട് എൻറ്റയർലി ഡിഫറെന്റ് കണ്ടന്റ് ഉള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ അത് ബ്ലാക്ക് ഹാറ്റ് ആണ്. കാരണം ഓഡിയൻസിനെയും സെർച്ച് എഞ്ചിൻ സ്പൈഡറിനെയും ഞാൻ മിസ്ലീഡ് ചെയ്യുകയാണ്. പക്ഷെ അതേസമയം ഞാൻ എക്സ്പേർട്ട് ആയ ഡൊമൈൻ മേടിച്ചിട്ട് ഇതിന് മുന്നേ ആ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൽ ഉപയോഗിച്ച അതേ കണ്ടന്റ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആരും മിസ്ലീഡ് ആവുന്നില്ലല്ലോ അല്ലെ. ആൾക്കാർ സെർച്ച് ചെയ്ത സാധനത്തിന് തന്നെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബട്ട് സ്റ്റിൽ അതെന്താണ്, എത്തിക്കൽ അല്ല, അൺഎത്തിക്കൽ ആണ് അല്ലെ. അതുകൊണ്ട് അത് ഫ്യൂച്ചറിൽ എന്തായി മാറാൻ ചാൻസ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റായി മാറാൻ ചാൻസ് ഉണ്ട്. ക്രിയേറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഫോർ യുവർ പെറ്റ്സ്. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴിയുള്ള SEO അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അതും SEO മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ടാഗും മെറ്റാ ടാഗും ഓൾട്ട് ടെക്സ്റ്റും മെറ്റാ കീവേഡും കണ്ടന്റും ഇന്റേണൽ ലിങ്കും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു SEO ചെയ്യേണ്ടത്. അതിലുപരി നമ്മൾ സോഷ്യൽ മീഡിയാസിനെ മാത്രം ആശ്രയിച്ച് ഇരുന്ന് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ചിലപ്പോൾ ട്രാഫിക് കൂടുതലായതുകൊണ്ട് വെബ്സൈറ്റ് അതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നു വരും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു റിലവൻസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഡൗൺ ആവും. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത കുരുട്ട് ബുദ്ധികളിലേക്ക് പോകും. സോ അതും എന്ത് ചെയ്യാം, ബ്ലാക്ക് ഹാറ്റിലേക്ക് ഇത് ചെയ്യാം. റീഡിസൈൻ യുവർ വെബ്സൈറ്റ് അറ്റ് എ റെഗുലർ ഇന്റർവെൽ. ഇടയ്ക്കിടയ്ക്ക് പോയി എന്ത് ചെയ്യുക, റീഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അല്ലെ. വെബ്സൈറ്റിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, എന്നാലേ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഇതൊക്കെ ആദ്യം പഠിച്ചതാണ്. ഇനി അത് ചെയ്യാതെ എപ്പോഴും റീഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ അതും നേരെ എന്ത് ചെയ്യും, ബ്ലാക്ക് ഹാറ്റിലേക്ക് പോകും. പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ഡോർവേ പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, കണ്ടന്റ് സ്വാപ്പിംഗ് ചെയ്യാനായിട്ട് പഠിക്കും, കണ്ടന്റ് സ്റ്റഫിംഗ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ഇതും ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, എന്നെ ബ്ലാക്ക് ഹാറ്റിലേക്ക് നയിക്കും. ആഡ് എ കമന്റ് ബോക്സ് ടു യുവർ സൈറ്റ് പേജസ് ആൻഡ് ഇൻവൈറ്റ് എനിവൺ ടു കമന്റ്. കണ്ടോ, ഓൾറെഡി ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മളെ പോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അല്ല, ഇപ്പം അത്യാവശ്യം ഒരു യൂട്യൂബ് ചാനൽ ചെയ്യും തുടങ്ങുമ്പോഴത്തേക്ക് ഇടുന്ന, അതായത് റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ വാട്സപ്പിൽ കൂടിയും സ്റ്റാറ്റസിൽ കൂടിയും ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ കൂടിയും ഗ്രൂപ്പിൽ കൂടി ഷെയർ ചെയ്തതിന് കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു യൂട്യൂബർ ആണെന്ന് വിചാരിക്കുക, എന്റെ യൂട്യൂബിൽ ഞാൻ ഒരു റിലവന്റ് കണ്ടന്റ് ഇട്ടു, അത് ഞാൻ മാനുവലി നിങ്ങളെ കൊണ്ട് എല്ലാവരെയും ഷെയർ ചെയ്യിപ്പിച്ച് കാണിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നോൺ റിലവന്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു വ്ളോഗർ ആയിട്ടുള്ള ഞാൻ കാണുന്ന എന്റെ എല്ലാ കണ്ടന്റും ഞാൻ നിങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ച് കാണിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഗൂഗിളിനും യൂട്യൂബിനും മനസ്സിലാകും ഇതൊന്നും ഓർഗാനിക് അല്ല, ഇതെല്ലാം ഗൂഗിൾ അനലിറ്റിക്സ് എടുത്ത് യൂട്യൂബിൽ കയറി എല്ലാവർക്കും, ഇപ്പം ചാനലുള്ള എല്ലാവർക്കും അതിന്റെ അനലിറ്റിക്സ് പേജിലേക്ക് പോയാൽ കാണാൻ ഏത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം യൂട്യൂബിന് തന്നെ മനസ്സിലാവാണ് ഇവന്റെ ഈ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് വാട്സപ്പിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യൂ? ഇല്ല. യൂട്യൂബിന് എന്താണ് വേണ്ടത്, യൂട്യൂബിൽ നിന്ന് തന്നെ വ്യൂസ് വരണം. സെർച്ച് ചെയ്തും സെർച്ച് എഞ്ചിൻസ് അല്ല, യൂട്യൂബ് സജഷൻ ആയിട്ടും വന്ന വ്യൂസ് യൂട്യൂബ് എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് പരിഗണിക്കത്തുള്ളൂ. അല്ലാതെ വാട്സപ്പിൽ നിന്ന് വന്ന വ്യൂസും ഫേസ്ബുക്കിൽ കയറി ഷെയർ ചെയ്തിട്ട് വന്ന വ്യൂസും ഒന്നും യൂട്യൂബിന് വേണ്ട. അത് യൂട്യൂബ് എന്ത് ചെയ്യത്തില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് വാട്സപ്പിൽ നിന്ന് വന്നത് എൻറ്റയർലി ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ആണത്. അത് യൂട്യൂബിന് മനസ്സിലാവും, ഇവൻ വലിയ വ്ളോഗർ ഒന്നും അല്ല, ഇവൻ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്.
അപ്പൊ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യൂ? ഇല്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് വെബ്സൈറ്റിൽ കയറ്റി കമന്റ് ചെയ്യിപ്പിക്കുക. അത് ഒറിജിനൽ അല്ലല്ലോ. അതും ഫ്യൂച്ചറിൽ എന്തായി പോവാം? ബ്ലാക്ക് ഹാറ്റ് ആയി പോവാം. ഗ്രേ ഹാറ്റ് ആണ്. ഇപ്പൊ വേറെ ആരെയും അത് മിസ്ലീഡ് ചെയ്യുന്നില്ല, സെർച്ച് എഞ്ചിൻ പോളിസിനെ വയലേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ എന്താവാം? അത് വയലേറ്റ് ചെയ്യപ്പെടാം. ലിങ്ക് യുവർ സെൽഫ് ഹയർ, നമ്മളെ തന്നെ അത് ഹയർ ആയിട്ട് ലിങ്ക് ചെയ്യുക. യൂസ് ദോസ് ഷെയറിംഗ് ബട്ടൺസ് അൺഷെയിമബ്ലി, അതായത് ഗൂഗിൾ പ്ലസ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് തന്നെ അതും ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫാബ്രിക്കേറ്റ് ന്യൂസ്, ഇല്ലാത്ത ന്യൂസസ് എന്തോരം വെബ്സൈറ്റ് അല്ലേ കൊടുക്കുന്നത്. അവർക്ക് എന്ത് കിട്ടാനാണ്? ഈ ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സാധനം ഇപ്പൊ ലക്ഷദ്വീപ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അൺഒത്തന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ന്യൂസ് വരുന്ന ഇഷ്ടം പോലെ വെബ്സൈറ്റുകളുണ്ട്. എന്താ കിട്ടുക? നമുക്ക് കുറെ ട്രാഫിക് കിട്ടും. ബട്ട് ദാറ്റ്സ് നോട്ട്, അത് ശരിയല്ല. അത് പിന്നീട് എന്താവാം? ബ്ലാക്ക് ഹാറ്റിലേക്ക് പോവാം. യൂസ് ദ ഫ്രീ ആഡ്വേർഡ്സ് വൗച്ച്, ഇപ്പൊ അതൊന്നും കൊടുക്കുന്നില്ല. ചാരിറ്റി ലിങ്ക്, യൂസ് നെഗറ്റീവ് എസ്ഇഒ. എന്താണ് നെഗറ്റീവ് എസ്ഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? This is a collection of techniques which you can find out more about in the Navigate's SEO. Essentially, this is focusing other websites above you down in the ranking to help your own ranking. 11 techniques ആണ്. Promote non-offending content. ഗൂഗിൾ ബൗളിംഗ്, സൈറ്റ് ഇൻഫെക്ഷൻ, ടാറ്റ്ലിംഗ്, ഗുഡ് ബൈ അസോസിയേഷൻ, ഫോൾസ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മളിപ്പോ നേരത്തെ ക്ലിക്ക് ഫ്രോഡ്, ആഡ്സെൻസ്, നമ്മൾ നേരത്തെ പഠിച്ച ഈ ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ നെഗറ്റീവ് എസ്ഇഒ എന്ന് പറയുന്നത്. ഈ ടാറ്റ്ലിങ്ങും സൈറ്റ് ഇൻഫെക്ഷനും ഒന്നും ഇപ്പൊ നമുക്ക് ആർക്കും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം എല്ലാം എന്താണ്? SSL സർട്ടിഫിക്കറ്റ് കൊടുത്ത് സെക്യൂർഡ് ആണ്. കണ്ടില്ലേ? കണക്ഷൻ ഈസ് സെക്യൂർ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ബോംബിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാനായിട്ട് സാധ്യമല്ല. യൂസ് കീവേഡ് അസോസിയേഷൻ മാനിപ്പുലേഷൻ. യൂസ് എ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ ടു, അതും നമ്മളിപ്പോ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പേ അനദർ സൈറ്റ് ടു പുട്ട് ഗൂഗിൾ ഒതന്റിക്കേറ്റഡ് HTML. അതായത് ഇപ്പം ഗണേഷ് എന്ന് പറഞ്ഞ ഗണേഷിന്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് ഗണേഷിന് പേയ്മെന്റ് കൊടുത്തിട്ട് വരാണ് എന്റെ വെബ്സൈറ്റിന്റെ HTML ഫയൽ നിന്റെ വെബ്സൈറ്റിൽ ഇടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗണേഷിന്റെ ട്രാഫിക് ഉള്ള വെബ്സൈറ്റിൽ എന്റെ വെബ്സൈറ്റും കയറി ചെല്ലുക. അതും പിന്നീട് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ടുള്ള ഇത്. റൈറ്റ് നെഗറ്റീവ് റിവ്യൂസ്. ലിങ്ക് ചെയിനിങ്, നമ്മൾ നേരത്തെ ലിങ്ക് ഫാമിംഗ് പറഞ്ഞതുപോലെ തന്നെ കുറെ ലിങ്കുകൾ ചെയിൻ ചെയ്ത് വെക്കുക. പേ ഫോർ റിവ്യൂസ്, ഫ്രീ സ്റ്റഫ്സ്, അതായത് ഫ്രീ സ്റ്റഫുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് കണ്ടന്റിനെ എത്തിപ്പിക്കുക. കണ്ടന്റ് റീപൊസിഷനിങ്, അതായത് നമ്മൾ നേരത്തെ കണ്ടന്റ് സ്വാപ്പിംഗ് പഠിച്ചില്ലേ? അതുപോലെ വരുന്നൊരു സ്വാപ്പിംഗ് അല്ല, റീപൊസിഷനിങ് ആണ്. ഇവിടെ ഇരിക്കുന്ന കണ്ടന്റിനെ ഞാൻ എടുത്തിട്ട് പിന്നെ എന്താക്കിയതാ? ഇവിടെ ഇട്ടു. ഇതിനെ പിന്നെ എടുത്തിട്ട് ഇവിടെ ഇട്ടു. കണ്ടന്റിനെ സ്വാപ്പ് ചെയ്തില്ല. ബ്ലാക്ക് ഹാറ്റിൽ കണ്ടന്റ് സ്വാപ്പിംഗ്, ഇവിടെ എന്തായി? കണ്ടന്റ് റീപൊസിഷനിങ് ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ റീപൊസിഷൻ ചെയ്യുന്ന ഒരുത്തൻ പിന്നീട് എന്താവും? സ്വാപ്പ് ചെയ്യും, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യും. സിമ്പിൾ. അപ്പൊ ഇത്രയുമാണ് എന്ത്? ബ്ലാക്ക് ഹാറ്റും ഗ്രേ ഹാറ്റിന്റെയും ബേസിക് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്. ഇത് വേറെ അധികം ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ബ്ലാക്ക് ഹാറ്റും ഗ്രേ ഹാറ്റും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ടൂള് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്ത് തരാം. ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും ഇന്നിരുന്ന് ഫുള്ള് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ മൊത്തം 4 PDF ആണ് പഠിച്ചത്. ഇന്നലെ 2 അതായത് ഇൻട്രൊഡക്ഷൻ ടു എസ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു PDF-ഉം, ഇന്ന് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറഞ്ഞ ഈ ഒരു PDF-ഉം, അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഹാറ്റ് ആൻഡ് വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു PDF-ഉം. അപ്പൊ ഇന്നുമായിട്ട് 4 PDF ആണ് നമ്മൾ കവർ ചെയ്തത്. എക്സ്ട്രാ ഒരു PDF-ഉം കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം കിട്ടും വായിച്ചു നോക്കുക. അപ്പൊ മാൻഡേറ്ററി ആയിട്ടും ഇന്നിരുന്ന് എന്ത് ചെയ്യണം? ഈ 4 PDF-ഉം കവർ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഒരു HTML ഫയലിൽ എന്ത് ചെയ്യാം? നമുക്ക് നാളെ ഒരു HTML ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ കയ്യിൽ കിടക്കുന്ന ഏതെങ്കിലും ക്ലയന്റിന്റെ HTML ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് HTML ടൈറ്റിൽ ടാഗ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് HTML നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. ടൈറ്റിൽ ടാഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓൾട്ട് ടെക്സ്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നാളെ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം എന്തായാലും ഇന്നലെ പഠിച്ച 2 PDF-ഉം ഇന്ന് പഠിച്ച 2 PDF-ഉം മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നോക്കണം. ഞാൻ ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ് എന്ത് ചെയ്യാം? വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇത് വായിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഇപ്പൊ ഈ പഠിച്ചത് മാത്രമല്ല SEO, വീണ്ടും പറയാണ്, ഇത് ഞാൻ SEO പഠിച്ചു എന്നല്ല, നിങ്ങൾ SEO പഠിച്ചു എന്ന് കരുതരുത്. SEO എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീരാണ്ട് കിടക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിങ്ങനെ ടൈറ്റിൽ ടാഗും മെറ്റാ ടാഗും ഇട്ട് മാറി ഇട്ട്, ഇപ്പോഴത്തെ ട്രെൻഡാണോ അതനുസരിച്ച് ടൈറ്റിൽ മാറണം, ഇപ്പോഴത്തെ ട്രെൻഡാണോ എന്താണോ അതനുസരിച്ച് മെറ്റാ ടാഗ് മാറണം. സോ അത് മാറിക്കൊണ്ടിരിക്കണം അല്ലെ. ഓണം വരുമ്പോഴത്തേക്കും ഓണം റിലേറ്റഡ് മെറ്റാ ടാഗ് കൊടുക്കണം. ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് മെറ്റാ ടാഗ് കൊടുക്കണം.
കൊടുക്കണം. ന്യൂ ഇയർ വരുമ്പോൾ ന്യൂ ഇയർ റിലേറ്റഡ് മെറ്റാ ടാഗ് ആൻഡ് ടൈറ്റിൽ ടാഗ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓൾ ടെക്സ്റ്റ് കൊടുക്കണം. സോ അത് ഇങ്ങനെ മാറിക്കൊണ്ട് ഇപ്പൊ എന്താ ഓണത്തിന് ഒരു മാവേലിയുടെ പോസ്റ്റർ ഞാൻ എന്റെ വെബ്സൈറ്റിൽ ഇടുകയാണെങ്കിൽ അപ്പം പോയി ഞാൻ ഓൾ ടെക്സ്റ്റ് എഴുതിക്കോണം. അല്ല, കാരണം മാവേലി ഇമേജസ് ആരെങ്കിലും സെർച്ച് ചെയ്താലും എന്റെ കയറി പോകണം, എനിക്ക് ട്രാഫിക് അല്ലേ വലുത്. സോ SEO എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ തീരാണ്ട് കിടക്കുന്ന ഒരു കടലാണ്. ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് പഠിച്ച 2 PDF എന്ത് ചെയ്യുക, നിങ്ങൾ ഇരുന്ന് നോക്കുക, എന്നിട്ട് അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ